അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു മേജർ ടോപ്പിക് വരുന്നത്. പിന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, പാലിയേറ്റീവ് കെയർ, അങ്ങനെയൊക്കെ കുറച്ച് സബ് ടോപ്പിക്സും ഉണ്ട്. സോ മെയിൻ ആയിട്ട് അതിൽ വരുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. സോ ഇന്ന് നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് പോലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്താണ്, അതിന് കുറച്ച് ബേസിക് ടെർമിനോളജി, അതിനൊരു ബേസിക് നിങ്ങൾക്കൊരു അടിത്തറ കിട്ടുന്ന രീതിക്ക് അതിന്റെ ഒരു കുറച്ച് ഹിസ്റ്ററി കാര്യങ്ങൾ, ജനറൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് ആയിരിക്കും, എന്നാലും അതിൽ കുറെ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അത് ശ്രദ്ധിച്ച് നോട്ട് ചെയ്യാം. സോ നമുക്ക് വിത്തൗട്ട് എനി ഡിലേ നമുക്ക് പോർഷൻസിലേക്ക് കടക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് പറയുന്നതിൽ ക്ലിയർ ആകാതെ ഉണ്ടെങ്കിൽ അത് ഇടയ്ക്ക് വെച്ച് തന്നെ ചോദിക്കുക. പിന്നത്തേക്ക് നിങ്ങൾ ഡൗട്ട്സ് ഒന്നും മാറ്റി വെക്കരുത്. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സെഷന്റെ ഇടയിലാണെങ്കിലും ജസ്റ്റ് ചോദിക്കുക. കമന്റ് ഇടുന്നതിനേക്കാളും നല്ലത് ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കുക. കാരണം ഷെയർ ചെയ്യുന്നതിനിടയ്ക്ക് ചിലപ്പോൾ ശ്രദ്ധിച്ചെന്നല്ല. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സെഷൻ തീരുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ചോദിച്ചാലും മതി. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്തെങ്കിലും ബേസിക്കലി വെച്ചേക്കാം. ഓക്കെ, സോ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. സോ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ അതിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ ടു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതെന്താണ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്താണ്, അതിന്റെ സ്വഭാവം എങ്ങനെയൊക്കെയാണ് എന്നൊക്കെയുള്ള ഒരു കുറച്ച് ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇതില് കുറച്ച് നിങ്ങളെ ടേംസ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇൻട്രൊഡക്ടറി ക്ലാസ് ആണെങ്കിൽ പോലും നമുക്ക് കുറച്ച് ബേസിക് ആയിട്ട് ടേംസ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ടേംസ് ആയിരിക്കും പലപ്പോഴും നമ്മുടെ എക്സാമിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ ഫസ്റ്റ് സെന്റൻസിൽ തന്നെ നമുക്ക് എന്താണ് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്, ഓൾസോ നോൺ ആസ് ക്രോണിക് ഡിസീസസ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ഇങ്ങനെ തരാം, ക്രോണിക് ഡിസീസിന്റെ മറ്റൊരു പേര് എന്താണ്. അപ്പൊ കമ്മ്യൂണിക്കബിൾ, നോൺ കമ്മ്യൂണിക്കബിൾ, ഇങ്ങനെ പല ടൈപ്പ് 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് തരുന്നുണ്ടാവും. സോ അതും ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഈ NCD എന്നതിന്റെ ഫുൾ ഫോമും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് നമുക്ക് ഒരു സെന്റൻസ് വായിച്ചപ്പോൾ തന്നെ കിട്ടും. അപ്പൊ അതുകൊണ്ട് എല്ലാ പോയിന്റ്സും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവാ. സോ നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കിട്ടാണ്ടെങ്കിൽ മനസ്സിലാവും. സോ ഫസ്റ്റ് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്താണ്, അതിന്റെ മറ്റൊരു പേര് ക്രോണിക് ഡിസീസ് ആണെന്ന് പറഞ്ഞു. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നോൺ കമ്മ്യൂണിക്കബിൾ, അത് അതിന്റെ മീനിങ് അറിയെങ്കിൽ നമുക്ക് ആദ്യമേ പറയും. കമ്മ്യൂണിക്കബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് സ്പ്രെഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. സ്പ്രെഡിങ്, ഓക്കെ, സ്പ്രെഡിങ് അല്ലെങ്കിൽ ഇൻഫെക്റ്റ് ആകുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ പോലെ പടരുന്നത്, അങ്ങനെ ഉള്ള ഒരു സ്വഭാവമാണ് കമ്മ്യൂണിക്കബിൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പോലെ ഓർത്താൽ മതി. നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പത്തിൽ അങ്ങനെ പറഞ്ഞാൽ മതി. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നു എന്നൊരു മീനിങ് ആണ് ഈ കമ്മ്യൂണിക്കബിൾ എന്ന് പറയുന്നത്. പക്ഷെ നോൺ കമ്മ്യൂണിക്കബിൾ എന്ന് പറയുമ്പോൾ അവിടെ മെയിൻ ആയിട്ട് എന്തായിരിക്കും മീനിങ് വരുന്നത്? അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എന്ത് ചെയ്യില്ല, സ്പ്രെഡ് ചെയ്യത്തില്ല. അതായത് നമുക്കിപ്പോ അറിയാം, നമുക്ക് ചുമയോ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, ചിലപ്പോൾ അടുത്തുള്ള ഒരാൾക്ക് അത് പകരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയതുകൊണ്ടാണ്, അതിന്റെ നേച്ചർ അങ്ങനെയാണ്. അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരാൻ എളുപ്പമായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ ചില ഡിസീസസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ തൊട്ടടുത്തിരുന്നെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ഒരു റൂമിൽ നമ്മൾ ഒരുമിച്ച് എന്തെങ്കിലും വർക്ക് ചെയ്തു സംസാരിച്ചു എന്നും പറഞ്ഞോ നമുക്ക് സ്പ്രെഡ് ആകത്തില്ല. അങ്ങനത്തെ ഡിസീസസ് ആണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അല്ലെങ്കിൽ നമ്മൾ NCD എന്നും പറയും, അല്ലെങ്കിൽ ക്രോണിക് ഡിസീസസ് എന്നും പറയും. ഡു നോട്ട് സ്പ്രെഡ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. പക്ഷെ ഇതിന് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇതിന് ലോങ് ടേം എഫക്ട്സ് കൂടുതലായിരിക്കും. അതായത് ഈ ഇൽനെസസ് ടേക്ക് എ ലോങ് ടൈം ടു ഡെവലപ്പ്. ഇത് ഉണ്ടായി വരാൻ തന്നെ കുറെ കാലം എടുക്കും. അപ്പോൾ അത്രയും കാലം, ഒരു വലിയ കാലയളവ് സമയം എടുത്തിട്ടാണ് ഇത് ഉണ്ടായി വന്നതെങ്കിൽ തീർച്ചയായും അത് നമുക്ക് ക്യൂർ ചെയ്യാനും എന്ത് ചെയ്യും, ഒത്തിരി ടൈം എടുക്കുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡിസീസസ് ആണ് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഈ ഇൽനെസസ് കുറെ ടൈം എടുത്ത് ഡെവലപ്പ് ആകുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ, ഏർലി സ്റ്റേജസിൽ നമുക്ക് എന്തില്ല, സിംറ്റംസ് ഒന്നും കിട്ടത്തില്ല. അപ്പം ഈ ഒരു അസുഖം നമുക്ക് ഉള്ളിൽ ഉണ്ടായി വരുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ നമുക്കൊരു സിംറ്റം അറിയാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും ഡയഗ്നോസിസ് അറിയാണ്ട് ചെയ്തു പോകുമ്പോൾ റിസൾട്ടിൽ വല്ലതും കാണുന്നെങ്കിലേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഒരു സിംറ്റം വഴി ഇങ്ങനൊരു ഡിസീസ് നമുക്ക് ഉണ്ടായിക്കൊണ്ട് വരുന്നു എന്നുള്ളത് നമുക്ക് ഒരിക്കലും മനസ്സിലാകാനായിട്ട് ഈ NCDസിന്റെ കേസിൽ പറ്റത്തില്ല. അപ്പൊ ഇവരുടെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇത്രയും കാലയളവ് നീണ്ടു നിൽക്കുന്നതുമാണ്. കാരണം ഇത് ഡെവലപ്പായി വരാൻ കുറെ ടൈം എടുക്കുന്നതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് അതിന്റെ ട്രീറ്റ്മെന്റും ഭയങ്കര ലോങ് ടേം ആയിരിക്കും. ആൻഡ് സം റിക്വയർ ലൈഫ് ലോങ് ട്രീറ്റ്മെന്റ്. ചില ഡിസീസസ് വന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ജീവിതകാലം ഫുൾ അതിന് വേണ്ടിയിട്ട് ഒരു കെയർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ ഡിസീസസിൽ മെയിൻ ആയിട്ട് കുറെ ഡിസീസസ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് മെയിൻ ആയിട്ട് നമുക്ക് പരിചിതമായിട്ടുള്ള കുറച്ച് ഡിസീസസ് ആണ് ഡയബറ്റീസ്,
പിന്നെ ഉള്ളത് കൊറോണറി ഹാർട്ട് ഡിസീസ്. നമുക്ക് സാധാരണയായിട്ട് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് ഇങ്ങനെയൊക്കെ അറിയാവുള്ളൂ. പക്ഷെ എന്നാലും ഇതിന്റെ ഇടയിലും എന്തുണ്ട്, ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന പല ഡിസീസസും എന്താണ് പല ടേംസിൽ തിരിച്ചിട്ടുണ്ട്, തരം തിരിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷെ ഇപ്പൊ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ പേരുകളൊക്കെ കൊറോണറി ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ CHD, ഈ ഫുൾ ഫോമും പഠിക്കുക, CHD. പിന്നെ സ്ട്രോക്ക്, ക്യാൻസർ, ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസസ് ലൈക്ക് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമോണറി ഡിസീസ്, ആസ്മ. ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരില്ല, കുറെ ടൈം എടുക്കും അത് ഉണ്ടായി വരാൻ തന്നെ. പക്ഷെ അതിന് എന്ത് ചെയ്യുക, ട്രീറ്റ്മെന്റിനും അതുപോലെ കുറെ ടൈം എടുക്കുകയും ചെയ്യും. ചിലതൊക്കെ ലൈഫ് ലോങ്, നമുക്കറിയാം ഡയബറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് മാറി കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റെയർ, ഭയങ്കര റെയർ ആയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഈ ഒരു ടൈപ്പ് ഓഫ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ നേച്ചർ അങ്ങനെയാണ്. ഇനി ഈ ഡിസീസസ് ലോങ് ഡ്യൂറേഷൻ, ദേ ആർ ഡിസീസസ് ഓഫ് ലോങ് ഡ്യൂറേഷൻ ടാർഗറ്റിംഗ് മെൻ, വിമൻ ആൻഡ് ചിൽഡ്രൻ ആൻഡ് പീപ്പിൾ ഇൻ ഓൾ ഇൻകം ഗ്രൂപ്പ്സ്. അപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ തോന്നും നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടോ പല കാരണങ്ങളുണ്ടാകാം. പക്ഷെ ഇത് അങ്ങനെ പ്രത്യേകം ഇന്ന ടൈപ്പ് ഓഫ് ആൾക്കാരെ മാത്രമേ ബാധിക്കുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല. ആരെ വേണോ ബാധിക്കാം, പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഏത് ഇൻകം ഗ്രൂപ്പിലുള്ളവരെ വേണോ ബാധിക്കാം. ദോ ഈ ഒരു ഡിസീസസ് ഉണ്ടാകുന്നതിന് കുറെ അണ്ടർലൈൻ ഫാക്ടേഴ്സ് ഉണ്ട്, ഇതിന് കാരണമായിട്ട് വരുന്ന കുറെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്താൽ ഇത് വരത്തില്ല. പക്ഷെ അതൊരിക്കലും നമ്മൾ ഒരു ഹൈ ഇൻകം ഗ്രൂപ്പിലുള്ള ഒരു ഫാമിലിയിലാണോ, ലോ ഇൻകം ഗ്രൂപ്പുള്ള ഫാമിലിയിലാണോ, അല്ലെങ്കിൽ നമ്മളൊരു പുരുഷനാണോ സ്ത്രീയാണോ എന്നതുകൊണ്ടൊരു വ്യത്യാസമില്ല. ആ റിസ്ക് ഫാക്ടേഴ്സിൽ നിന്ന് നമ്മൾ അവോയ്ഡ് ആയി നിൽക്കുവാണെങ്കിൽ നമുക്ക് ആ അസുഖം വരത്തില്ല. സോ അത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ ഒരു നേച്ചർ. ഇനി ഇതിലെന്ന് പറഞ്ഞാൽ ചില ഡിസീസസ് പ്രോഗ്രസ് സ്ലോലി ഓർ കോസ് ക്രോണിക് സിംറ്റംസ് റിക്വയറിംഗ് ലോങ് ടേം കെയർ ആൻഡ് കൺട്രോൾ വൈൽ അതേഴ്സ് പ്രോഗ്രസ് റാപ്പിഡ്ലി. നമ്മൾ പറഞ്ഞത് ലോങ് ടേം ആയിട്ട് കുറെ ടൈം എടുത്ത് ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. പക്ഷെ ചിലതിന്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇത് നമ്മളെ ബാധിക്കുന്നത് കുറച്ച് സമയം എടുത്തായിരിക്കും. നമ്മളെ അഫക്ട് ചെയ്ത് വരുന്നതും അത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും. പക്ഷെ ചിലതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് പ്രോഗ്രസ് ചെയ്ത് കളയും. അതായത് നമുക്കതിന് കെയർ കൊടുക്കാൻ പോലും അത്രയും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ വരാം. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാംഫുൾ ആയിട്ടും ഈ ഡിസീസസ് വരാറുണ്ട്. അപ്പൊ ചില കേസിൽ നമ്മൾ ആൾക്കാർ ഹെൽത്തി ആയിട്ട് തോന്നിയാൽ തന്നെ പക്ഷെ ഉള്ളിൽ അവർക്ക് അസുഖം ഉണ്ടായിരിക്കാം, നമുക്ക് പുറത്തൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ ഈ അസുഖത്തിന്റെ ഒരു നേച്ചർ അങ്ങനെയാണ്. നമുക്കിപ്പം നമ്മുടെ ചെറിയ ചെറിയ അസുഖങ്ങൾ, ഈ ജലദോഷം പനിയൊക്കെ ആണെങ്കിൽ നമുക്ക് സിംറ്റംസ് ഉണ്ടാവും, നമുക്ക് അതിനെ കെയർ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് കുറയും. പക്ഷെ അതിന്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ. ആൻഡ് ഹൈ എമൗണ്ട് ഓഫ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ, എന്താണ് കെയർ കൊടുക്കണം. അതുപോലെ തന്നെ ഒത്തിരി ട്രീറ്റ്മെന്റ്സിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. സോ അങ്ങനത്തെ ഒരു നേച്ചർ ഓഫ് ക്രിട്ടിക്കൽ കൈൻഡ് ഓഫ് ഡിസീസസ് ആണ് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്നുള്ളത്. സോ ഇപ്പം ജസ്റ്റ് ബേസിക് ആയിട്ട് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്താണ്, അതിന്റെ ടൈപ്സ് ഏതൊക്കെയാണ്, ജസ്റ്റ് എക്സാമ്പിൾസ് കുറച്ച് ഏതൊക്കെയാണ്, ഇതിന്റെ നേച്ചർ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി ഇതിൽ തന്നെ കുറച്ചുകൂടെ ബേസിക് ആയിട്ടുള്ള കുറച്ചുകൂടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. കുറച്ച് പോസിറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ടൊബാക്കോ, ആൽക്കഹോൾ കൺസംഷൻ. നമ്മൾ ഈ മേളിൽ പറഞ്ഞ ടോപ്പ് 5 നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പറഞ്ഞതിൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത് ഹാർട്ട് ഡിസീസസ് പറഞ്ഞു, ഡയബറ്റീസ് പറഞ്ഞു, സ്ട്രോക്ക്, ക്യാൻസർ ഒക്കെ പറഞ്ഞു. അപ്പൊ ഇതിന്റെയും ഈ മെയിൻ ആയിട്ട് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഈ പറഞ്ഞ 2 ഫാക്ടേഴ്സ്, അതായത് ടൊബാക്കോ അല്ലെങ്കിൽ ആൽക്കഹോൾ കൺസംഷൻ എവിടെയെങ്കിലും എന്ത് ചെയ്യുന്നു, ഈ അസുഖങ്ങളുടെ കാരണമായിട്ട് വരാറുണ്ട്. പക്ഷെ ഇത് മാത്രമല്ല, ഇതിൽ കൂടുതലും ഫാക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ നമ്മളിനി വരും ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ടാവും. ഇനി ഇത് പോയിട്ട് ഒരു സീരിയസ് കൺസേൺ നമ്മുടെ NCD അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ കുറിച്ചുള്ളത് ഈസ് ദാറ്റ് ദേ അഫക്ട് പീപ്പിൾ ഇൻ ദ പ്രൊഡക്റ്റീവ് ഇയേഴ്സ് ഓഫ് ദിയർ ലൈഫ്. ദേ അഫക്ട് ഇൻ ദ പ്രൊഡക്റ്റീവ് ഇയേഴ്സ് ഓഫ് ദിയർ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു യൂത്തില്, ഇതിപ്പം നമുക്കറിയാം, നമുക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് ഒരു 50 years ഓഫ് ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പല ശാരീരിക ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിക്കാറുണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒരിക്കലും ഏജ് കാരണം ഉണ്ടാകുന്ന ഒരു അസുഖമല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ അസുഖങ്ങൾ നമ്മുടെ ആൾക്കാരെ നമ്മുടെ പ്രൊഡക്റ്റീവ് ഇയേഴ്സ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ യൂത്ത് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടുതലായിട്ടും അഫക്ട് ചെയ്ത് വരുന്നതായിട്ടാണ് ഇപ്പൊ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എന്താണ്, അകാല മരണത്തിന് ഇപ്പൊ കാരണമാകാറുണ്ട് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ദർ ലീഡിങ് കോസ് ഓഫ് പ്രീമെച്വർ മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ അകാല മരണം. അപ്പൊ നമ്മുടെ ഈ ഒരു ഇതിപ്പം കൂടുതലായിട്ട് ഒരു ട്രെൻഡിൽ ഇങ്ങനെ കണ്ടുവരുന്നതാണ് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വന്ന് പല യൂത്ത് ആയിട്ടുള്ള ആൾക്കാർ മരിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ പ്രിമച്വർ മോർട്ടാലിറ്റിക്ക് വേറൊരു കാരണം എന്ന് പറയുന്നത് ഇസ് ദ ഇൻക്രീസിങ് ഒക്കറൻസ് ഓഫ് ഇഞ്ചുറീസ്. ഇപ്പൊ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. പിന്നെ നമ്മളിവിടെ പ്രിമച്വർ മോർട്ടാലിറ്റി പറഞ്ഞതുകൊണ്ട് ഈ ഒരു പോയിന്റ് ഇവിടെ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. നമ്മുടെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പോയിട്ട്
പ്രിമച്വർ മോർട്ടാലിറ്റിക്കുള്ള കാരണം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഇഞ്ചുറീസ് കൂടുതലായിരുന്നു. ഈ ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പാണ്, അൺഇൻറ്റൻഷനലും ഇന്റൻഷനലും. ഈ അൺഇൻറ്റൻഷനൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പ്രത്യേകിച്ച് നമ്മളായിട്ട് പോയി ചെയ്യുന്ന ഒരു കാര്യമില്ല. ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ചെയ്യണമെന്ന് വിചാരിച്ചു പോയി ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. മറ്റൊന്ന് തന്നെ നമ്മൾ അറിയാണ്ട് ചെയ്തു പോകുന്നതായിരിക്കും. സോ ഇഞ്ചുറീസ് നമ്മൾ അറിയാണ്ടും പറ്റാം, അറിഞ്ഞുകൊണ്ടും പറ്റാം. അതാണ് ഈ അൺഇൻറ്റൻഷണൽ ആൻഡ് ഇന്റൻഷണൽ ഇഞ്ചുറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇന്റൻഷണൽ ഇഞ്ചുറീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ട് ആ ഇഞ്ചുറി ഉണ്ടാവും നമുക്ക് അറിയാം, എന്നിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. സോ അത് അങ്ങനെ നമ്മൾ ഒരിക്കലും നമ്മൾ അറിഞ്ഞുകൊണ്ട് മുറിവേൽപ്പിക്കാൻ പോലും, പക്ഷെ സ്റ്റിൽ ഇറ്റ് ഹാപ്പൻസ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ വയലൻസ് നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഈ എന്തെങ്കിലും വഴക്കിനൊക്കെ പോകുമ്പോഴത്തേക്കും അത് നമുക്കറിയാം അങ്ങനെ ഒരു ഇത് ചാൻസ് ഉണ്ടെന്നുള്ളത്, ബട്ട് നമ്മൾ അത് ഇന്റൻഷനലി ചെയ്യുന്നതാണ്, അപ്പൊ നമുക്ക് ഇഞ്ചേർഡ് ആവാം. അല്ലാതെ അൺഇൻറ്റൻഷനൽ ആയിട്ട് വരുന്നത് ഈ ട്രാഫിക് ആക്സിഡന്റ്സ്, ബേൺസ്, വർക്ക് പ്ലേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസ്, അങ്ങനെ പല കേസസും വരാറുണ്ട്. അപ്പൊ അങ്ങനെയും അകാല മരണം സംഭവിക്കാം. ഇത് നമ്മുടെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ പറ്റി ഒന്നും പറയുന്നില്ല, പ്രീമച്വർ മോർട്ടാലിറ്റിയെ പറ്റി പറഞ്ഞതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. സോ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ, അതായത് മോർട്ടാലിറ്റിയിലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ 60% ഓഫ് ഡെത്തും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കാരണമാണ്. അതിപ്പോ ഏജ് പറയുന്നില്ല, ഇതിൽ ഈ മരണം പറയുന്നത് യൂത്തും ആകാം, ഓൾഡ് ഏജിലെ ആൾക്കാരും ആകാം, ചെറിയ ആൾക്കാരും ആകാം, അങ്ങനെ ഏജ് ഗ്രൂപ്പ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇൻ ടോട്ടൽ എടുക്കുമ്പോൾ ഇന്ത്യയിലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇന്ന് ഏകദേശം 60% ഓഫ് മോർട്ടാലിറ്റി റേറ്റിന് റീസൺ ആയിട്ട് കാണുന്നുണ്ട്. ഇതില് ഈ NCD ഡെത്തില് മേജർ 4 എന്ന് പറയുന്നതാണ് ഈ താഴെ പറഞ്ഞിരിക്കുന്നത്. അതായത് കൊറോണറി ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക്, ഹൈപ്പർ ടെൻഷൻ, ഇതാണ് ഫസ്റ്റ് വരുന്നത്. അത് 45% ഏകദേശം എടുക്കുന്നുണ്ട്. ഈ 60%-ല് ഈ 60% ഓഫ് ഡെത്തില് നമ്മുടെ 45% എന്താണ്, കൊറോണറി ഹാർട്ട് ഡിസീസും സ്ട്രോക്കും ഹൈപ്പർ ടെൻഷനുമാണ്. രണ്ടാമത് നിൽക്കുന്നതാണ് നമ്മുടെ ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസ്, അതായത് ആസ്മ പോലുള്ള രോഗങ്ങൾ. മൂന്നാമതാണ് ക്യാൻസർ 12%, നാലാമത് ഡയബറ്റീസ് 3%. സോ ഇത് ഇൻ ടോട്ടൽ ഇത് ഇത്രയും കൂടെ ഇതെല്ലാം കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഈ 60% ഓഫ് ഡെത്ത് ആയിട്ട് വരുന്നത്. സോ നമുക്കിപ്പം ഈ കാണുമ്പോൾ തന്നെ അറിയാം, ഈ ഇത്രയും 4 ആണ് മേജർ ആയിട്ട് നിൽക്കുന്നത്. ഇത് പോയിട്ടും വേറെ ഡിസീസസ് ആണ്, പക്ഷെ മേജർ ആയിട്ടുള്ള 4 ഡെത്ത് കോസിംഗ് ആയിട്ടുള്ള ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത് 4 ഡിസീസസ് എന്ന് പറഞ്ഞത്. പക്ഷെ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്ന നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉണ്ട്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് ഡിസീസസ് ആണ് ഈ ഹാർട്ട് ഡിസീസും റെസ്പിറേറ്ററി ഡിസീസ്, ക്യാൻസർ, ഡയബറ്റീസ് ഒക്കെ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാല്, in many parts of our country, as you know, rates of infant, child and maternal deaths are high. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ തന്നെ പല ഭാഗങ്ങളിലായിട്ട് മരണനിരക്ക് എന്ന് പറയുന്നത് കുട്ടികളാകാം, മുതിർന്നവരാകാം, അങ്ങനത്തെ ഏതൊരു ഇതിലെടുത്താലും ഡെത്ത് എന്ന് പറയുന്നത് ഈ ഒരു റേറ്റിലും ഹൈ തന്നെയാണ്. ഏതൊക്കെയാണ്? ഇൻഫന്റ്, ചൈൽഡ്, മെറ്റേണൽ ഡെത്ത്. അപ്പൊ ഇതെന്ന് പറയുന്നതും ഹൈ ബേർഡൻ ഓഫ് ഡിസീസ് ആൻഡ് ഡെത്ത് ഫ്രം ഇൻഫെക്ഷ്യസ് ഓർ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഇപ്പൊ നമ്മൾ നോൺ കമ്മ്യൂണിക്കബിൾ പറയുകയാണ്, ഇതിപ്പം കമ്മ്യൂണിക്കബിളിന്റെ കേസാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മുടെ ഒരു ഇന്ത്യയിൽ നിരക്ക് കൂടുതലാണ്. കുഞ്ഞുങ്ങളിലും അമ്മമാരിലും അങ്ങനെ പല കമ്മ്യൂണിക്കബിൾ ഡിസീസും ഇൻഫെക്ഷൻസും കാരണം ഓൾറെഡി നമ്മുടെ ഡെത്ത് റേറ്റ് കൂടുതലാണ്. പക്ഷെ ഈ ഒരു ഇടക്കാലത്തായിട്ടാണ് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ കോൺട്രിബ്യൂഷനും കൂടിയത്. അപ്പൊ അതെന്താണ്, നമുക്കൊരു ഇൻക്രീസിംഗ് ബേർഡൻ ആയിട്ട് മാറുന്നുണ്ട്. വി നൗ ഹാവ് ആൻ ഇൻക്രീസിംഗ് ബേർഡൻ ഓഫ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഓൾസോ. അപ്പൊ നമ്മൾ ഓൾറെഡി ഇൻഫെക്ഷൻസും ഇങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന അസുഖങ്ങൾ കാരണം തന്നെ നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഇപ്പൊ എന്തും വരുന്നുണ്ട്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസും അതിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ഹൈ ആണ്. എന്ന് വെച്ചാൽ അതിന്റെ ആ എണ്ണം കൂടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഡൗട്ട് തോന്നും ഇത് കമ്മ്യൂണിക്കബിൾ ആണോ സാധാരണ പെട്ടെന്ന് ഒരാൾക്ക് പടരുന്നതുമാണ് നമുക്ക് എണ്ണം കൂടുതൽ കേസസ് വരുന്നത്. പക്ഷെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അങ്ങനെ പടരുന്നില്ല, എന്നിട്ട് പോലും പല ആൾക്കാരിലും എന്ത് കാണുന്നുണ്ട്, ഈ ഡിസീസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം മോസ്റ്റ് ഓഫൺ they originate from unhealthy lifestyle and adverse physical and social environment. അപ്പൊ ഇത് സാധാരണയായിട്ടുള്ള ഒരു അണ്ടർലൈൻ, നമ്മളിപ്പം എന്ത് പറഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും താഴെ ഏറ്റവും ഒരു റൂട്ട് കോസ് ആയിട്ട് പറയാൻ നമുക്ക് എന്തെങ്കിലും ഒരു ഫാക്ടർ എപ്പോഴും കാണും. അത് മെയിൻ ആയിട്ടും ഈ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ മെയിൻ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ, അഡ്വേഴ്സ് ഫിസിക്കൽ ആൻഡ് സോഷ്യൽ എൻവയോൺമെന്റ്. നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്, അത് ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ്. അതും നമ്മുടെ ചുറ്റുപാടുള്ള എൻവയോൺമെന്റ്, ഇത് രണ്ടും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഇന്നത്തെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് മിക്കതും ഉണ്ടായി വരുന്നത്. ഓക്കെ,
സോ അതുപോലെ തന്നെ ഇത് കൂടാഞ്ഞിട്ട് വരുന്ന വേറെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ആ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോവർട്ടി, പൂവർ ഡയറ്റ്സ് ലൈക്ക് ഇൻടേക്ക് ഓഫ് ഫുഡ്സ് റിച്ച് ഇൻ ഫാറ്റ്, സോൾട്ട് ആൻഡ് ഷുഗർ. അതായത് നമ്മുടെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഇല്ലാതെ വരുന്നത്. നമുക്കറിയാം പോവർട്ടി എന്ന് പറയുന്നത് എന്താണ്, പോവർട്ടി അനുഭവിക്കുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ്, അവർക്കൊരു ബാലൻസ്ഡ് ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ നല്ലൊരു ഹൗസിംഗ് ഫെസിലിറ്റി, ഒരു സാനിറ്റേഷൻ ഫെസിലിറ്റി ഒക്കെ എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അവർക്ക് ബേസിക്കലി ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പൊ അവർ ഈ ഡിസീസസ് മാത്രമല്ല, കമ്മ്യൂണിക്കബിളും നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള എല്ലാ ഡിസീസസിനും അവർ പ്രോൺ ആണ്. അപ്പം പോവർട്ടി എന്ന് പറയുന്നത് ഒരു വേറൊരു അണ്ടർലൈൻ ഫാക്ടർ ആണ്. പിന്നെ അതുപോലെ തന്നെ പുവർ ഡയറ്റ്, നമ്മൾ എടുക്കുന്ന ഫുഡിൽ നമുക്ക് ബാലൻസ്ഡ് ഡയറ്റ് അല്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് ആവശ്യമുള്ള എല്ലാ മിനറൽസും വൈറ്റമിൻസും എല്ലാം നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ബാധിക്കും. ലോങ് ടേമിൽ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. പിന്നെ ഫിസിക്കൽ ഇൻആക്ടിവിറ്റി. നമ്മൾ ഫിസിക്കൽ ഇൻആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പൂർവികർ എന്ന് പറയുന്നത് അവര് പാടത്തും പലയിടത്തും ഭയങ്കരമായിട്ട് സ്ട്രെനോസ് ആയിട്ട് വർക്ക് ചെയ്ത് അവരുടെ ബോഡി എപ്പോഴും ആക്റ്റീവായിട്ടിരുന്നവരാണ്. നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ആക്ച്വലി നമ്മുടെ ബോഡിക്ക് ഒത്തിരി കപ്പാസിറ്റി ഉണ്ട് ബോഡി ആക്റ്റീവായിട്ട് ചെയ്യാൻ. പല കാര്യങ്ങൾ ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബോഡിയുടെ നമ്മളെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഐഡിയലായിട്ട് ഇരിക്കുകയല്ല. പക്ഷെ നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെഡൻഡറി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫുൾ ടൈം ഫോണിലും അല്ലെങ്കിൽ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ടിവിയുടെയും ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഈവൻ കുഞ്ഞു കുട്ടികൾ പോലും, നമ്മുടെയൊക്കെ കുഞ്ഞു കാലത്ത് പോലും നമ്മൾ ഒത്തിരി പുറത്തിറങ്ങി കളിക്കുക, ബോഡി ആക്റ്റീവ് ആയിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതും നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, പല രീതിയിൽ അഫക്ട് ചെയ്യുന്നുണ്ട്. അതിനെ ഓവർകം ചെയ്യാനായിട്ട് പലരും ജിമ്മിലും എക്സർസൈസ്, യോഗ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിനും ഫോക്കസ് കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ആവശ്യമുള്ള രീതിയിൽ ഒരു റെഗുലർ ആക്ടിവിറ്റി നമ്മുടെ ബോഡിക്ക് കിട്ടിയില്ലെങ്കിൽ അതും ഡിസീസസിന് കാരണമാകും. പിന്നെയുള്ളത് ടൊബാക്കോ, ആൽക്കഹോൾ, പിന്നെ സ്മോക്കിങ്ങും ഇതിൽ വരും. പിന്നെ ഇങ്ങനത്തെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഈ സാധനങ്ങൾ യൂസ് ചെയ്യുന്നത്, അതിന്റെ കൺസംഷൻ അല്ലെങ്കിൽ അതിന്റെ യൂസേജ് എന്ത് ചെയ്യും, ഈ നമ്മുടെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് കാരണം. പിന്നെ അതുപോലെ തന്നെ സ്ട്രെസ്സും വളരെ വലിയൊരു ഫാക്ടറാണ്. നമ്മളിപ്പം പഠിക്കുന്ന കുട്ടികളാവാം, വർക്ക് ചെയ്യുന്നവരാകാം, ഫാമിലിയിൽ ഒത്തിരി പ്രശ്നങ്ങളുള്ളവരാകാം. അപ്പൊ സ്ട്രെസ്സും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനത്തെ അസുഖങ്ങൾ വരാനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റും, നമ്മുടെ ലൈഫിൽ ചുറ്റുമുള്ളതാണ്. പക്ഷെ അത് ബാലൻസ് ചെയ്യാൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ട്രെസ്സും എന്ത് ചെയ്യും, അത് ഫിസിക്കലി നമ്മളെ ബോഡിയെ പെട്ടെന്ന് തന്നെ അത് ബാധിച്ചെന്ന് വരാം. സോ ഇങ്ങനത്തെ കുറെ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ലൈഫിൽ നമുക്ക് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉണ്ടാകാനായിട്ടൊരു ബേസ് ലൈൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു മാരകമായ അസുഖങ്ങളൊന്നും വരത്തില്ല. പിന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും ഇത് തിരിച്ചറിയുന്നത്, ഇത് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ഒക്കെ എത്തുമ്പോഴാണ് പലപ്പോഴും ഡിസീസസ് കാണുന്നത്. കാരണം നമ്മൾ പറഞ്ഞു ഇതിന് സിംറ്റംസ് കുറവാണ്, ഇത് സിംറ്റംസ് കാണിക്കുന്നത് തന്നെ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ്. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മളിത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം ഇതിന് കാരണമായിട്ടുള്ള നമ്മുടെ ലൈഫിലുള്ള ജനറൽ ആയിട്ട് നമ്മുടെ റുട്ടീനിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയാൽ നമുക്ക് ഈ അസുഖങ്ങൾ വരില്ല. കാരണം അതാണ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിന്റെ ദ റെസ്പോൺസ് ഓഫ് ഹെൽത്ത് സിസ്റ്റം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ടു ഐഡന്റിഫൈ ആൻഡ് ട്രീറ്റ് ദീസ് ഡിസീസസ് ബട്ട് ഓൾസോ അഡ്രസ് പ്രിവെൻഷൻ ആൻഡ് ഹെൽത്ത് പ്രൊമോഷൻ. സോ നമ്മുടെ ഹെൽത്ത് സിസ്റ്റം നമുക്കൊരു അസുഖം വരുമ്പോൾ അത് അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, പ്രിവെൻഷനും ഹെൽത്ത് പ്രൊമോഷനും എന്നുള്ളൊരിതുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പല പോളിസീസ് ആസ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പലരും അവരുടേതായ എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അസുഖം വരാതിരിക്കാൻ നമ്മൾ തന്നെ എന്തായാലും അത് നോക്കേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഫുഡിലും നമ്മുടെ ആക്ടിവിറ്റിയിലും സ്ലീപ്പ് റുട്ടീനിലും അതൊക്കെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള അസുഖങ്ങൾ നോൺ കമ്മ്യൂണിക്കബിൾ ആവട്ടെ, അത് കമ്മ്യൂണിക്കബിൾ ആവട്ടെ, എന്ത് ടൈപ്പ് അസുഖം വരാനും ഇതൊക്കെ ഒരു അണ്ടർലൈൻ റീസൺ ആയിട്ട് എപ്പോഴും ഉണ്ടാകും. ഓക്കെ, ഇനി ഇതിനെ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കുറച്ച് ഡേറ്റ, കുറച്ച് സർവേസും അനാലിസിസും ഒക്കെ നടത്തിയിട്ട് നമുക്ക് കിട്ടിയ കുറച്ച് ഡേറ്റാസ് ഉണ്ട്. അപ്പൊ ആ ഡേറ്റയാണ് ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. അപ്പൊ നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ, നമ്മുടെ ഇപ്പോഴത്തെ ഈ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞില്ലേ, നമുക്ക് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉണ്ടാകാൻ ചാൻസ് ഉള്ള കുറച്ച് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എത്രത്തോളം നമ്മളെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു റീസെന്റ് ലാസ്റ്റ് 10-15 ഇയേഴ്സിന്റെ ഇടയിൽ ഉള്ള ഡേറ്റ വെച്ചിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഈ ഒരു കുറച്ച് പോയിന്റ്സിൽ പറഞ്ഞത്. ഇത് ജസ്റ്റ് നമുക്കൊന്ന് ഒരു ബേസ് ലൈൻ, ഈ ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ സിവിയറിറ്റി അറിയാനായിട്ട് നമുക്ക്
ഇവിടെ ഹെൽപ്പ് ചെയ്യും. സോ അതിൽ ഫസ്റ്റ് പറയുന്നത് വെച്ചാൽ 30-year-old ഇൻഡിവിജ്വൽ ഹാസ് എ 1/4 ചാൻസ് ഓഫ് ഡൈയിങ് ഫ്രം എനി ഓഫ് ദ 4 മേജർ NCDs ബിഫോർ ഏജ് ഓഫ് 70 years. സോ നമുക്കറിയാം ഒരു ആവറേജ് ലൈഫ് ടൈം ഹ്യൂമൻ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു അറൌണ്ട് ഒരു 100 years, ലൈക്ക് 80 to 100. നമുക്ക് പണ്ടൊക്കെ 100 അറൌണ്ട് ഒരു 90 to 100 എന്ന് പറയുന്നത്, പക്ഷെ ഇപ്പൊ അത് കുറഞ്ഞു വരുന്നുണ്ടെന്നറിയാം. അപ്പൊ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30-year-old ഇൻഡിവിജ്വൽ, 30 വയസ്സിലുള്ള ആൾക്ക് തന്റെ 70ാമത്തെ വയസ്സിന് മുന്നേ നമ്മൾ നേരത്തെ പറഞ്ഞ 4 മേജർ ആയിട്ടുള്ള ആ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉണ്ട്. ഏതായിരുന്നു? ക്യാൻസർ, ഡയബറ്റീസ്, പിന്നെ റെസ്പിറേറ്ററി, ഹാർട്ട് ഡിസീസ്. ഈ 4 ഈ 4 ഏതെങ്കിലും ഒന്ന് വന്ന് മരണം സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. 1/4 ചാൻസ് ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇന്നത്തെ 30 വയസ്സ് ഉള്ള ഒരാൾക്ക് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അടുത്തൊരു 40 വർഷത്തിന്റെ ഇടയ്ക്ക് അയാൾക്ക് വരാം എന്നുള്ളതാണ് ഈ ഒരു ഡേറ്റ നമുക്ക് പറയുന്നത്. പിന്നെ അടുത്ത് ടൊബാക്കോ കൺസംഷന്റെ പ്രെവലൻസ് എന്ന് ഇന്ത്യയിൽ 44.5% പുരുഷന്മാരിലും 6.8 ഫീമെയിൽസിലും കാണപ്പെടുന്നു. ഗ്ലോബലി നോക്കിക്കഴിഞ്ഞാൽ 22% എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ടൊബാക്കോ കൺസംഷൻ ഉണ്ട്. ഇനി അതേസമയം ആൽക്കഹോളിന്റെ കൺസംഷൻ ആണെങ്കിൽ ഇവിടെ പ്യുവർ ആൽക്കഹോൾ എന്നാണ് പറയുന്നത്. കൺസംഷൻ ഓഫ് പ്യുവർ ആൽക്കഹോൾ ഇവിടെ 15 years ആൻഡ് എബോവ് ആണ് ആൽക്കഹോൾ കൺസംഷന്റെ റേറ്റ് വന്നിരിക്കുന്നത്. ഹാസ് ഡിക്രീസ്ഡ് അക്കോർഡിംഗ് ടു ദ NFHS 3 and 4. അപ്പോൾ NFHS എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ താഴെ നോട്ട് ചെയ്തിട്ടുണ്ട്. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ എന്ന് പറഞ്ഞിട്ടൊരു സർവേ ഉണ്ട്. അപ്പൊ അതിന്റെ 3rd, 4th എഡിഷൻസിൽ ഇവരെടുത്ത ഡേറ്റ വെച്ചിട്ട് ആൽക്കഹോൾ കൺസംഷൻ എന്ന് പറയുന്നത് 15 വയസ്സിന് മേളിലോട്ടുള്ള ഒരു ഏജിലാണ് അവർ ഡേറ്റ എടുത്തിട്ടുള്ളത്. അതെന്ന് പറയുന്നത് കുറയുന്നതായിട്ടാണ് കണ്ടത്. സോ ഇറ്റ് ഈസ് എ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നമുക്ക്. ഓക്കെ, പക്ഷെ ബാക്കി 2 നമുക്ക് നെഗറ്റീവ് ആയിരുന്നു. ഇനി അടുത്തത് റാപ്പിഡ് ഇൻക്രീസ് ഇൻ ഒബേസിറ്റി ആൻഡ് ഓവർ വെയിറ്റ് ഈസ് സീൻ. നമുക്ക് ഇന്ന് എല്ലാവരും അറിയാം അമിതവണ്ണവും അമിതഭാരവും. അപ്പം ഒബിസിറ്റി എന്ന് പറയുന്നതാണ് അമിതവണ്ണം, ഓവർ വെയിറ്റ് അമിതഭാരം. അപ്പൊ ഇതെന്ന് പറയുന്നത് പെട്ടെന്ന് കൂടുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. വിത്ത് prevalence ഓഫ് ഒബിസിറ്റി ഇൻക്രീസിംഗ് ഫ്രം 9.3 to 18.6 in males and from 12.6 to 20.7 in ഫീമെയിൽസ്. അപ്പം പുരുഷന്മാരിൽ അത് 9.3 അറൌണ്ട് ഒരു 10 തുടങ്ങി ഏകദേശം ഒരു 18-19 വരെ പോകുന്നുണ്ട്. അതേസമയം സ്ത്രീകളിലാണെങ്കിൽ ഇത് ഓൾറെഡി 12-13% നിന്നത് എത്രയാണ്? 20.7, 21 അടുപ്പിച്ച് പോകുന്നുണ്ട്. സോ ഒബെസിറ്റിയും ഓവർ വെയിറ്റും ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻസൈറ്റ് ആണ്. ഇനി ഹൈപ്പർ ടെൻഷന്റെ പ്രിവലൻസ് എന്ന് പറയുന്നതും 10% കൂടിയിട്ടുണ്ട്. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 2010-2014 എന്ന ഒരു ഇയറിന്റെ ഇടയ്ക്കാണ് ഈ പറയുന്നത്. പ്രെവലൻസ് ഓഫ് ഹൈപ്പർ ടെൻഷൻ ഹാസ് ഇൻക്രീസ്ഡ് ബൈ 10% കൂടിയിട്ടുണ്ട്. അപ്പം അതിനുശേഷം നമ്മളിപ്പോ അറൌണ്ട് ഒരു 10 years ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ എത്രത്തോളം ഈ 10% എത്രത്തോളം കൂടിയിട്ടുണ്ടാവും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാനേ ഉള്ളൂ. സോ ഇതിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് കിട്ടുവാണെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സസിൽ എപ്പോഴെങ്കിലും ഷെയർ ചെയ്യാം. ബട്ട് ആസ് ഓഫ് നൗ ഇത്രയാണ് കിട്ടിയത്. സോ ഇപ്പോൾ ജസ്റ്റ് ഒരു ട്രെൻഡ്, ഇപ്പോഴത്തെ ഈ എത്ര ഇൻക്രീസ് ആണ് ടൊബാക്കോ കൺസംഷൻ, എങ്ങനെയാണ് ഹൈപ്പർ ടെൻഷന്റെ ലെവൽ എങ്ങനെയുള്ളത് ആസ് ഓഫ് നൗ കിട്ടിയ ഡേറ്റയിൽ ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ലെവൽ ഓഫ് ഫിസിക്കൽ ഇൻആക്ടിവിറ്റി അമംഗ് ഇന്ത്യൻ അഡൽട്ട് ഈസ് അറൌണ്ട് 13%. അപ്പോൾ ഫിസിക്കൽ ഇന്ത്യൻ അഡൽട്ട്സിലാണ് പറയുന്നത്. ഇന്ത്യൻ അഡൽട്ട്സിൽ ഫിസിക്കൽ ഇൻആക്ടിവിറ്റിയുടെ ഒരു ലെവൽ എന്ന് പറയുന്നത് 13% ആണ്. അതായത് ഇന്ത്യൻ അഡൽട്ട്സിൽ 13% ആൾക്കാരും ഫിസിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫാണ് ഇപ്പോൾ നയിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ കറന്റ് സിനാരിയോ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ഇന്ത്യൻ അഡൽട്ട്സിൽ ഒരു മെജോറിറ്റി ആൾക്കാരും ഒരു എന്താ പറയാ IT പ്രൊഫഷണൽസ് എസ്പെഷ്യലി ഒരു ഡെസ്ക് ജോബ് ചെയ്യുമ്പോൾ അവർക്ക് ഇനാക്ടിവിറ്റി എന്ന് പറയുന്നത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഭയങ്കര ഹൈ ആണ്. ഇനാക്ടിവിറ്റി ഈസ് വെരി ഹൈ. അവർ ജസ്റ്റ് ഒരു ട്രാവൽ ചെയ്യുന്ന സമയവും അവർക്ക് സ്വന്തമായിട്ട് ഒരു ബോഡി ആക്റ്റീവ് ആക്കാനുള്ള ഒരു ടൈമൊന്നുമില്ല. സോ ഈ സെഡന്ററി ലൈഫ് നമ്മളെ ഒത്തിരി ബാധിക്കുന്നുണ്ടാവും. സോ ഈ നമ്പേഴ്സ് ഒക്കെ ഭയങ്കര ഹൈ ആയിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ. അപ്പോ ഇത് മാറ്റാനായിട്ട് നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുള്ളതാണ്. നമ്മുടെ ഈ ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് എന്തെങ്കിലും ഒരു ഇംപ്രൂവ്മെന്റ് വരാനായിട്ട് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ഈ NPCDCS എന്ന് പറയുന്നത്. NPCDCSന്റെ ഫുൾ ഫോം നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ക്യാൻസർ, ഡയബറ്റീസ്, കാർഡിയോവാസ്കുലർ ഡിസീസസ് ആൻഡ് സ്ട്രോക്ക്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടും അതിന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടും
ഒരു പ്രോഗ്രാം നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്നാണ് NPCDCS. അപ്പൊ ഇതിന്റെ ഫുൾ ഫോം ചിലപ്പോൾ ചോദിച്ചെന്ന് വരാം. അത് നോട്ട് ചെയ്ത് പഠിക്കുക. ഈ ഇന്ത്യൻ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ് ഇത്. ഇപ്പോൾ നടത്തി വരുന്ന നമ്മുടെ ഹെൽത്ത് മിഷനാണ്, നാഷണൽ ഹെൽത്ത് മിഷൻ NHM ആണ് ഇപ്പോൾ അതിനെ നോക്കി നടത്തുന്നത്. ഈ പ്രോഗ്രാമിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എക്സാമിനേഷൻ ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ് ഹു കെയിം ടു ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഫോർ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് ആൻഡ് സെലക്ടഡ് ക്യാൻസർ. ഇപ്പൊ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഈ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ഇപ്പൊ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഈ പ്രത്യേകം ലബോറട്ടറി പോലത്തെ ഏത് സെന്ററിലോട്ടാണ് ഇവർ വരുന്നത്, ആ ഫെസിലിറ്റിയിലോട്ട് വരുമ്പോൾ ഈ ഇൻഡിവിജ്വൽസിനെ ഡയബറ്റീസിനും ക്യാൻസറിനും, ക്യാൻസർ എന്ന് പറയുമ്പോൾ എല്ലാ ക്യാൻസേഴ്സും സിലക്ടഡ് ക്യാൻസേഴ്സ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവര് നോട്ട് ചെയ്തിട്ടുള്ള പ്രെവലന്റ് ആയിട്ടുള്ള ക്യാൻസർ അപ്പോഴും അവർക്ക് കൂടുതൽ ചെക്ക് ചെയ്യണം. അതായത് കാണാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്ന സെലക്ടഡ് ആയിട്ടുള്ള ക്യാൻസേഴ്സും പിന്നെ ഹൈപ്പർ ടെൻഷനും എന്ത് ചെയ്യുന്നു, ഇവിടെ വരുന്ന എല്ലാ ഇൻഡിവിജ്വൽസിനും അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതിനെ ഓപ്പർച്യൂണിസ്റ്റിക് സ്ക്രീനിങ് എന്ന് പറയും. അപ്പൊ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇവരിങ്ങനെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കിയെടുക്കുക അല്ല ചെയ്യുന്നത്. അവരുടെ ഫെസിലിറ്റിയിലേക്ക് ആരൊക്കെ വരുന്നു അവരെയൊക്കെ എന്ത് ചെയ്യുവാണ്, ഈ ഒരു സ്ക്രീനിങ്ങിന് വിധേയമാക്കണം. അപ്പൊ ഇത് സ്ക്രീൻ ചെയ്യുന്നത് കഴിയുമ്പോൾ ഇവർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള അവർക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. സോ ഇതെന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റിയിൽ അവർ യൂസ് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ടാണ് ഒരു ഓപ്പർച്യൂണിസ്റ്റിക് സ്ക്രീനിങ് എന്നതിന് പറയുന്നത്. സോ ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്, ഇതും നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് ഇനി പ്ലാൻ ചെയ്യുന്നത് ഇതിന്റെ സ്കോപ്പിനെ കുറച്ചുകൂടെ വൈഡൻ ചെയ്യാനായിട്ട്, കുറച്ചുകൂടെ ഈ ഒരു പ്രോഗ്രാമിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, ടു അണ്ടർടേക്ക് ദ സ്ക്രീനിങ് ഓഫ് ഓൾ ഹെൽത്തി വിമൻ ആൻഡ് മെൻ 30 years of age and above in the community or in a health facility nearby. അപ്പം ഇനി അടുത്ത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി സ്ക്രീനിങ്ങിനെ കുറച്ചുകൂടെ ഒരു സ്കെയിൽ അപ്പ് ചെയ്ത് കുറച്ചുകൂടെ വലുതാക്കി ചെയ്യാനായിട്ടാണ് നമ്മുടെ പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത്. അതിലെ എല്ലാ സ്ത്രീകളെയും, ഹെൽത്തി ആയിട്ടുള്ള എല്ലാ സ്ത്രീകളെയും പുരുഷന്മാരെയും 30 വയസ്സോ 30-ൽ കൂടുതലോ അതിന് മേളിലോ ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരെ ആ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലോ അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്തായിട്ടുള്ള ഏതെങ്കിലും ഒരു ഹെൽത്ത് ഫെസിലിറ്റിയിൽ കൊണ്ടുപോയി അവർ ഈ ഒരു ഡയഗ്നോസിസ്, ഈ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ക്യാൻസർ ഇതിന്റെയൊക്കെ ടെസ്റ്റ്, ഒരു സ്ക്രീനിങ് എക്സാമിനേഷൻ ചെയ്ത് നോക്കാനായിട്ട് അവർ എയിം ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഒരു ഹയർ സ്കെയിലാണ്. അതായത് ഒരു കുറച്ച് ആൾക്കാരിലല്ല, നമ്മൾ ഒത്തിരി പേര്, ആ ഒരു പോപ്പുലേഷൻ മൊത്തം നമ്മൾ നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ ഒരു പോപ്പുലേഷൻ ബേസ്ഡ് സ്ക്രീനിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെ നമ്മളിപ്പോ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്താണെന്ന് നോക്കി അത് എന്തുകൊണ്ടൊക്കെ വരാം, അതിന്റെ നേച്ചർ എങ്ങനെയാണ്, അതിനെങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ നോക്കാം, നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു എഫേർട്ട് എങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു മൊത്തത്തിലൊരു ഓവറോൾ ഐഡിയ നമുക്കിപ്പോ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ കുറിച്ച് നമുക്ക് കിട്ടുകയുണ്ടായി. സോ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വേണ്ടത്. എന്താണെന്നുള്ളത് നമുക്കിപ്പം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ട്. സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്താണ് എന്നുള്ളത് ഇത്രയും ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആണ്, അതേസമയം കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നതിന് മുന്നേ നമുക്കതും നമ്മൾ സാധാരണ പറയും ഒരു അസുഖം ഉണ്ടാകാനുള്ള കാരണം, ഒരു കോസ് അല്ലെ, നമ്മൾ എപ്പോഴും അങ്ങനെയാണ് പറയുന്നത്. ഒരു കോസ് എന്നൊരു ടേം ആണ്, അല്ലെങ്കിൽ ഒരു റീസൺ, ആ അസുഖത്തിനുള്ള ഒരു റീസൺ നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ടേം ഉണ്ട്. ആ ടേം ആണ് നമ്മൾ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. ഇത് കോസിനെക്കാളും കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പൊ ആ ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ അത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കിയെടുക്കാം. സോ റിസ്ക് ഫാക്ടർ വേഴ്സസ് കോസ്, നിങ്ങൾക്ക് ഹെഡിങ് കണ്ടറിയാം ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് പറഞ്ഞാൽ ഇൻ പബ്ലിക് ഹെൽത്ത് റിസ്ക് ഫാക്ടർ യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് എ ബിഹേവിയർ ഓർ പ്രീ ഡിസ്പോസിഷൻ ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ ഗിവൺ ഔട്ട്കം. ഇപ്പൊ ഇവിടെ ഈ ഗിവൺ ഔട്ട്കം എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് ഒരു പുറത്തൊരു ഡിസീസ് ആയിട്ട് കാണപ്പെടുക, അതാണ് നിങ്ങളുടെ ഔട്ട്കം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു ഔട്ട്കമുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമുക്കിപ്പോ ഒരു അസുഖം വരുമ്പോൾ നമ്മളെ ബോഡിയെ ബാധിക്കും. അപ്പൊ നമ്മുടെ ബിഹേവിയറും നമ്മുടെ ശരീരഘടനയും അതിൻ്റെതായ രീതിക്ക് കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പൊ ആ മാറ്റങ്ങളെ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടറിനെയാണ് നമുക്ക് റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഒരു കുറച്ച് സിമ്പിൾ ആയിട്ട് പറഞ്ഞാല്, ഇപ്പൊ നമുക്ക് പനി വരുമ്പോൾ നമ്മളെ ബോഡി ടെമ്പറേച്ചർ കൂടുന്നു, നമുക്ക് ക്ഷീണം വരുന്നു, ചിലപ്പം വോമിറ്റിംഗ് ടെൻഡൻസി വരുന്നു, തലകറക്കം വരുന്നു, അങ്ങനെ പല ഇതും അസോസിയേറ്റ് ചെയ്തിട്ട് വരാം. പക്ഷെ അതൊരിക്കലും നമ്മുടെ പനി വരാനുള്ള കാരണമല്ലല്ലോ. സോ കാരണമല്ല, അത് നമ്മുടെ അസുഖത്തിനുള്ള കോസ് അല്ല. പക്ഷെ നമ്മുടെ ബിഹേവിയർ ആ ഒരു അസുഖമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് സ്വഭാവങ്ങളാണ്.
അതെന്ന് പറയുന്നത് നമ്മുടെ റിസ്ക് ഫാക്ടറുമായിട്ട് കുറച്ച് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നത്. അതിനെ നമുക്ക് റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്, അതിന് നമ്മൾ എന്താ സിംറ്റംസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അതുമായിട്ട് കുറച്ച് ബന്ധമുള്ളതാണ് നമ്മുടെ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഇതിനെ വേറൊരു ഡെഫിനിഷനിലായിട്ട് താഴെ പറഞ്ഞിട്ടുണ്ട്, കണ്ടീഷൻസ് ഓർ വേരിയബിൾസ് or circumstances that increase the likelihood or probability of a particular risk occurring. അതായത് നമുക്കിപ്പോ ഒരു ഡിസീസ് ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് വെച്ചാൽ ഒരു സാധ്യതയുണ്ട്. അപ്പൊ അത് ഉണ്ടാകാനായിട്ടൊരു സാധ്യത ഓൾറെഡി ഉണ്ട്, അതിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടാവും. പക്ഷെ അത് ചിലപ്പോ ആ കാരണം ചിലപ്പോ അതങ്ങ് സപ്രസ് ആയി അതങ്ങ് പോവാം. പക്ഷെ ചിലപ്പോൾ ചുറ്റുപാടിലുമുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാക്ടറോ വന്നിട്ട് ചിലപ്പോൾ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മുടെ അസുഖം പെട്ടെന്ന് അങ്ങ് കൂടാനായിട്ട് കാരണമാകാം. അപ്പോ അണ്ടർലൈൻ കോസ് അല്ല, അതൊരു റിസ്ക്, ഒരു അതിനെ ആ കോസിന് കുറച്ചുകൂടെ പുഷ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫാക്ടറാണ്. ഇതിപ്പം ഇത്രയും ഈ ഡെഫിനിഷൻസ് ഈ ഒരു സ്ലൈഡിൽ ഡെഫിനിഷൻസ് നോക്കാതെ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാനാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പൊ നമുക്കിപ്പോ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. അപ്പൊ ഇത് വരുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ഹാർട്ടിൽ ബ്ലഡ് സപ്ലൈ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഹാർട്ടിന്റെ ആ ഒരു ഫങ്ഷനിങ് നിലയ്ക്കുന്നത്, നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. വേറെയും പല റീസൺസ് കൊണ്ടുവരാം, പക്ഷെ ഇത് പലപ്പോഴും ഇങ്ങനെയാണ് വരുന്നത്. അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഡിസീസ് എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് ആണ്. അതുണ്ടായ കോസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ബ്ലോക്കാണ്, നമ്മുടെ ബ്ലഡ് വെസലില് ഉണ്ടായ ഒരു ബ്ലോക്കേജ്, ബ്ലഡ് സപ്ലൈക്ക് ഉണ്ടായ ഒരു ബ്ലോക്കേജ് ആണ് നമുക്കുണ്ടായ റീസൺ. പക്ഷെ ബ്ലോക്കേജ് എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളത് ആണ് നമ്മുടെ റിസ്ക് ഫാക്ടർ ആയിട്ട് വരുന്നത്. അതായത് അവിടെ എന്ത് ചെയ്യുന്നു, ഫാറ്റ് വന്ന് അടിഞ്ഞുകൂടിയിട്ട് കുറെ കാലമായിട്ട് ഇതിങ്ങനെ അടിഞ്ഞുകൂടി പിന്നെ ബ്ലഡ് സപ്ലൈ അതിന് ഒട്ടും പറ്റാതെ വരുമ്പോഴാണ് അതിന്റെ ഫംഗ്ഷനിങ്, അവിടെ സപ്ലൈ നിലയ്ക്കുന്നത്. അപ്പൊ അവിടെ ആ ഫാറ്റ് അല്ലെങ്കിൽ ആ കൊളസ്ട്രോൾ വന്ന് ഡെപ്പോസിറ്റ് ആകുന്നതാണ് നമ്മുടെ റിസ്ക് ഫാക്ടർ. അത് ഇപ്പൊ കുറച്ച് കൊളസ്ട്രോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഹാർട്ട് അറ്റാക്ക് വരണമെന്നില്ല. പക്ഷെ ഇത് കാലാകാലങ്ങളായി നിന്ന് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അത് നമുക്കൊരു അസുഖമായിട്ടത് പുറത്ത് വരുന്നത്. അപ്പോ ആ കൊളസ്ട്രോൾ അവിടെ വരുന്നതും ആ കൊളസ്ട്രോൾ അവിടെ വരാനുണ്ടായ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്, അതിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. ബ്ലോക്ക് വരാനായിട്ട് ഹെൽപ്പ് ചെയ്ത ബാക്കി എന്ത് ഫാക്ടേഴ്സ് ഉണ്ടോ അതിനെല്ലാം നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അപ്പൊ നമുക്ക് അവിടെ ഒരു കൊളസ്ട്രോൾ ബിൽഡപ്പ് അല്ലെങ്കിൽ ഒരു ഫാറ്റ് ബിൽഡപ്പ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു പ്രശ്നമൊന്നും വരത്തില്ലായിരുന്നു. അപ്പൊ ആ ഒരു പ്രശ്നം അവിടെ ഉണ്ടാക്കി എന്തൊക്കെ റീസൺസ് ഉണ്ടോ അതിനെല്ലാം നമ്മൾ റിസ്ക് ഫാക്ടർ എന്ന് പറയും. സോ ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ റിസ്ക് ഫാക്ടറും കോസും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് അസുഖം ഉണ്ടാക്കുന്നില്ല, കുറെ ടൈമിങ്ങിന് നിന്ന് നമുക്ക് അസുഖം ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അതേസമയം ആ റിസ്ക് ഫാക്ടർ കാരണം നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ തിരുത്തിയെടുക്കാൻ അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ടും അത്രയും ബുദ്ധിമുട്ടുണ്ടാവും. സോ ഇപ്പൊ നിങ്ങൾക്ക് റിസ്ക് ഫാക്ടറും ആ കോസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. സോ അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം, ലൈക്ക് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെങ്കിൽ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്തായാലും റിസ്ക് ഫാക്ടറും കോസും മനസ്സിലായെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഡെഫിനിഷൻസ് ഒന്ന് വേഗം നോക്കി പോവാം. സോ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് എന്താന്ന് ഇത്രയും പറഞ്ഞു. ദർ എലമെന്റ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ ഓവറോൾ റിസ്ക് ലെവൽ ഓഫ് എൻ ഈവന്റ് ഓർ ഔട്ട്കം. ഇവിടെ ഈവന്റ് ഓർ ഔട്ട്കം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, എൻസിഡി ആണ് അല്ലേ, നമ്മുടെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. ആ ഡിസീസ് ഉണ്ടാകാനുള്ള ഒരു റിസ്ക് ഉണ്ട്, അതിനെ കൂട്ടിക്കൊടുക്കുന്നത്, അതായത് ഒരു ഡിസീസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ, അതിന്റെ ഒരു പ്രോബബിലിറ്റിയെ കൂട്ടിക്കൊടുക്കുന്നത് ആ ഒരു എന്തൊരു എലമെന്റിനെയും നമ്മൾ എന്തെന്ന് പറയും, റിസ്ക് ഫാക്ടർ എന്ന് പറയും. ഈ റിസ്ക് ഫാക്ടർ വെച്ചിട്ട് എത്ര റിസ്ക് ഫാക്ടേഴ്സ് ഈ ഡിസീസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടോ നമുക്ക് അതനുസരിച്ച് വേണം നമുക്ക് അത് കുറയ്ക്കാനുള്ളത് അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ഒക്കെ നമുക്ക് ഡിവൈസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമുക്ക് റിസ്ക് ഫാക്ടറിന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ കാരണം മാത്രം അറിഞ്ഞാൽ പോരാ, കാരണം എന്തുകൊണ്ട് അവിടെ വന്നു, ലൈക്ക് എങ്ങനെയാണ് ആ കോസ് അവിടെ വന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാല് നമുക്ക് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ മൊത്തത്തിൽ ക്യൂർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഈ കോസ് എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഈസ് ആൻ ഏജന്റ് ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് എ പർട്ടിക്കുലർ ഔട്ട്കം. അപ്പൊ ഇവിടെ പർട്ടിക്കുലർ ഔട്ട്കം ഉണ്ടാക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു ഏജന്റ് ആണ് എന്ത്, കോസ്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ഈ ഔട്ട്കമിന്റെ ബിഹേവിയറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ് എന്ത്, റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഡയറക്ട്ലി റെസ്പോൺസിബിൾ ഫോർ ദി ഔട്ട്കം ഇൻ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ ഔട്ട്കം എന്ന് പറയുന്നത് ഇവിടെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. ഇതിനെ ഡയറക്ട്ലി ബാധിക്കുന്ന ഒന്നാണ്
നമ്മുടെ കോസ്. പക്ഷെ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഇൻഡയറക്ട്ലി ബാധിക്കുന്നതാണ്, പക്ഷെ അത് കോസുമായിട്ട് കണക്റ്റഡ് ആണ്. സോ ഇത്രയും നിങ്ങൾ ഓർത്താൽ മതി, നിങ്ങൾക്ക് ആ ഒരു റിസ്ക് ഫാക്ടറും കോസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് മനസ്സിലാവും. റിസ്ക് ഫാക്ടർ ആണ് എന്ത് ചെയ്യുന്നത്, കോസിലേക്ക് നയിക്കുന്നതും കോസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഡിസീസ് ഉണ്ടാക്കാനുള്ള കാരണം, അല്ലെ? ഇനി അടുത്ത് പറയുന്നത് കോസസ് ആർ അണ്ടർലൈൻ ഫാക്ടേഴ്സ്, കണ്ടീഷൻസ് ഓർ ഈവൻസ്. ഇപ്പം ഈ ഡെഫിനിഷൻസ് നിങ്ങൾ പലതവണയായിട്ട് വായിച്ച് മനസ്സിലാക്കി വെച്ചേക്കുക. ഇപ്പൊ നിങ്ങൾക്ക് മീനിങ് മനസ്സിലായാലും ചിലപ്പോൾ ഈ ഡെഫിനിഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നെന്ന് വരും. സോ ഈ ഡെഫിനിഷൻസ് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചു വെച്ചിരിക്കുക. കാരണം ചിലപ്പോൾ ഈ സെന്റൻസ് ആയിരിക്കും തന്നിട്ട് നിങ്ങൾക്ക് ഇത് റിസ്ക് ഫാക്ടർ ആണോ അല്ലെങ്കിൽ കോസ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് ഓപ്ഷൻസ് ഒക്കെ തന്നിരിക്കാം. സോ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വായിക്കുക. സോ കോസ് എന്ന് പറയുന്നത് ആ പ്രോബ്ലം എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എങ്ങനെ ഉണ്ടായി എന്നല്ല, എന്തുകൊണ്ട്, വൈ എ പ്രോബ്ലം ഒക്കോർഡ്, എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിനുള്ള ഒരു ഉത്തരമാണ് കോസ് എന്ന് പറയുന്നത്. ഇനി ഐഡന്റിഫൈങ് കോസ് ഈസ് ക്രിട്ടിക്കൽ ഫോർ റൂട്ട് കോസ് അനാലിസിസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ദ ഫണ്ടമെന്റൽ റീസൺസ് ബിഹൈൻഡ് എ റിസ്ക് ഓർ പ്രോബ്ലം. അപ്പൊ ഒരു പ്രശ്നം എന്തുകൊണ്ടുണ്ടായി എന്ന് അറിയണമെങ്കിൽ നമ്മൾ അതിന്റെ കോസ് അറിയണം. പക്ഷെ അതേസമയം അത് കറക്റ്റ് ചെയ്യണമെങ്കിലും നമുക്ക് അതിനേക്കാളും കുറച്ചുകൂടെ ഡീപ്പിലോട്ട് പോകണം. ഓക്കെ, നമ്മൾ കോസ് എന്നൊരു ടേം നമ്മൾ അധികം യൂസ് ചെയ്യത്തില്ല. കൂടുതലും നമ്മൾ റിസ്ക് ഫാക്ടർ, ഓക്കെ, റിസ്ക് ഫാക്ടർ എന്ന ടേം ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു സെഷൻസിൽ, നമ്മുടെ ഈ ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ കുറിച്ചുള്ള സെഷൻസിൽ നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കോമൺ റിസ്ക് ഫാക്ടേഴ്സ്, ഇപ്പൊ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന റിസ്ക് ഫാക്ടേഴ്സ്, നിങ്ങൾ ഓർക്കുക, കോസ് അല്ല, കാരണങ്ങളല്ല. കാരണങ്ങൾ ആ ഒരു ഡിസീസ് ഉണ്ടാകാനുള്ള കാരണത്തിനും ബാക്കിലായിട്ട് അതിലേക്ക് നയിച്ച, ആ ഡിസീസിലേക്ക് നയിച്ച കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലാതെ കോസ് അല്ല. ഒരിക്കലും കോസ് അല്ല ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോമൺ ആയിട്ട് ഇപ്പം ഹാർട്ട് ഡിസീസ് ആകാം, ആസ്മ ആകാം, സ്ട്രോക്ക് ആകാം, ഡയബറ്റീസ് ആകാം, എന്ത് വേണേലാവും. പക്ഷെ ഇതിനെല്ലാത്തിനും റിസ്ക് ഫാക്ടേഴ്സ് പലപ്പോഴും കോമൺ ആയിട്ട് വരാം. അപ്പൊ ആ കോമൺ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മോസ്റ്റ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ ദ റിസൾട്ട് ഓഫ് 4 പർട്ടിക്കുലർ ബിഹേവിയേഴ്സ്. 4 ബിഹേവിയേഴ്സ് ആണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് റിസ്ക് ഫാക്ടർ ആയിട്ട് കാണപ്പെടുന്നത്. ഒന്ന് ടൊബാക്കോ യൂസ്, പിന്നെ ഫിസിക്കൽ ഇൻആക്ടിവിറ്റി, അൺഹെൽത്തി ഡയറ്റ്, ഹാർംഫുൾ യൂസ് ഓഫ് ആൽക്കഹോൾ. നമ്മൾ പറഞ്ഞു ടൊബാക്കോ, ആൽക്കഹോൾ യൂസേജ്, പിന്നെ ഡയറ്റ്, അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റും ഫിസിക്കൽ ഇൻആക്ടിവിറ്റി. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള 4 ബിഹേവിയേഴ്സ്, നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള 4 കാരണങ്ങൾ. ഈ കാരണങ്ങൾ എന്തിനെ നയിക്കുന്നു? നമ്മുടെ ബോഡിയിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ടാക്കുന്നു. ആ ചേഞ്ചസ് ആണ് നമ്മുടെ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പം ഈ ഫാക്ടേഴ്സ്, നമ്മൾ റിസ്ക് ഫാക്ടർ ഇപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ട് തോന്നി, ടൊബാക്കോ യൂസ് ചെയ്യുന്നതാണോ നമ്മുടെ റിസ്ക് ഫാക്ടർ, അത് കാരണം ഇവിടെ ഉണ്ടായി പറഞ്ഞിരിക്കുന്ന ഈ ചേഞ്ചസ് ആണെന്നുള്ള. സോ അതിലേക്ക് നമുക്ക് വരാം. ഇവിടെ നമുക്ക് ഒരു കാര്യം നോക്കണം, കോമൺ പ്രിവെന്റബിൾ റിസ്ക് ഫാക്ടർ എന്നൊരു ടേം. പ്രിവെന്റബിൾ റിസ്ക് ഫാക്ടർ, എപ്പോഴും നമുക്ക് റിസ്ക് ഫാക്ടർ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം അതൊരു ജസ്റ്റ് ഒരു റിസ്ക് ആണ്, നമുക്ക് വേണമെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാം. അപ്പൊ നമ്മളിപ്പം ചിലപ്പോൾ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ നേച്ചർ അല്ലെങ്കിൽ അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് തോന്നും ചിലപ്പോൾ ഇതിനെ ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല, ഈ റിസ്ക് ഫാക്ടേഴ്സിന് നമുക്ക് ഒരു വലിയൊരു എക്സ്റ്റെന്റ് വരെ നമുക്ക് അതിനെ മാറ്റി നിർത്താൻ പറ്റും. അത് മാറ്റി നിർത്തിയാൽ നമുക്ക് ഈ NCDs വരാനേ ചാൻസ് ഇല്ല. സോ നമ്മുടെ ചില ബിഹേവിയർ കാരണം ഇങ്ങനെ നമ്മുടെ ബോഡിയിൽ കുറച്ച് ചേഞ്ചസ് വരാം. അതെന്ന് പറഞ്ഞാൽ BP ഇൻക്രീസ്, റേസ്ഡ് BP, ഹൈ BP എന്ന് നമ്മൾ പറയും. ഇല്ലെങ്കിൽ ഒബേസിറ്റി, ഓവർ വെയിറ്റ് വരാം, അമിതവണ്ണമോ അമിതഭാരമോ, വെയിറ്റ് കൂടുന്നതോ, ഇല്ലെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസിൽ ഒരു ഇൻക്രീസ്, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ലെവൽസ് ഹൈ ആകുന്നത്. അപ്പൊ നമ്മുടെ ഈ ഹാബിറ്റ്സ് കാരണം ഇങ്ങനത്തെ 4 ചേഞ്ചസ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് ഈ NCDs ഉണ്ടാക്കാനായിട്ട് കാരണമാകുന്നത്. അപ്പം ഈ കൊളസ്ട്രോൾ കൂടുമ്പോഴാണ് നമുക്ക് ഹാർട്ടിലും പലപ്പോഴും പ്രശ്നം വരുന്നത്, ഗ്ലൂക്കോസ് കൂടുമ്പോഴാണ് പലപ്പോഴും ഡയബറ്റീസ് വരുന്നത്. അപ്പൊ അങ്ങനെ, പക്ഷെ ഈ 4 റീസൺസ് മാറി മറിഞ്ഞ് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യുന്നു, ഈ NCDയിലേക്കാണ് നയിക്കുന്നത്. അപ്പൊ ഈ 4 ഫാക്ടേഴ്സ് നിങ്ങൾ കാണാപ്പാഠം പഠിച്ചു വെച്ചിരിക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് നമുക്ക് ഓർക്കാൻ എളുപ്പം തന്നെയാണ്. ഈ 4 ഫാക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ട് നമ്മുടെ NCDക്ക് കാരണമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ റിസ്ക് ഫാക്ടേഴ്സിനെ പറ്റി പറഞ്ഞു, റിസ്ക് ഫാക്ടറും കോസും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് ഇതിനെ നമുക്ക് പറഞ്ഞു, ഇപ്പൊ മെയിൻ 4 നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞു. പക്ഷെ അത് പോയിട്ട് നമുക്ക് എന്തുണ്ട്, അതിനേക്കാളും കൂടുതൽ എണ്ണങ്ങളുണ്ട്. അതായത് മെയിൻ ഈ 4 ഉണ്ടെങ്കിലും ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പല വേറെയും ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതിനെ റിസ്ക് ഫാക്ടർ എന്ന് നമ്മൾ പറയും. പക്ഷെ അതിനെ വേറൊരു കാറ്റഗറി എന്ന് വേണമെങ്കിലായിട്ടായിരിക്കും തിരിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ, നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സിന്റെ കാറ്റഗറൈസേഷനാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നത്, ഇവിടെ നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ ഉണ്ട്, മോഡിഫയബിൾ ഹെൽത്ത് റിസ്ക് ഫാക്ടർ ഉണ്ട്,
ഇന്റർമീഡിയറ്റ് റിസ്ക് ഫാക്ടർ ഉണ്ട്. അപ്പൊ ഇതില് നമ്മൾ കണ്ട റിസ്ക് ഫാക്ടേഴ്സ് ഇവിടെ ഇത്രയാണ് അല്ലെ. മോഡിഫയബിളും ഇന്റർമീഡിയറ്റും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ പറഞ്ഞു നമ്മുടെ ഹാബിറ്റ്സിൽ വരുന്നത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ അല്ലെ, നമുക്കായിട്ട് മാറ്റം വരുത്താൻ പറ്റുന്നതാണ്. അൺഹെൽത്തി ഡയറ്റ്, അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ കുറവ്, ടൊബാക്കോ യൂസ് ചെയ്യുന്നത്, ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത്, പിന്നെ എൻവയോൺമെന്റൽ നമ്മുടെ ചുറ്റുപാട്. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മോഡിഫയബിൾ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇത് പോയിട്ട് വേറെ ചില ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. അതായത് ചിലത് ഏജ് കാരണം വരാം, ചിലത് നമ്മുടെ സെക്സ് ജെൻഡർ കാരണം സംഭവിക്കാം, ചിലത് ഫാമിലി ഹിസ്റ്ററി, അതായത് മെഡിക്കൽ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഇത് ചിലർക്ക് നമ്മുടെ ഫാമിലിയിൽ വന്നിട്ടുണ്ട്, അപ്പൊ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതൊക്കെ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്, നമ്മുടെ ജെൻഡറും ഏജും ഫാമിലി ഹിസ്റ്ററിയൊക്കെ. അപ്പൊ അതും നമ്മുടെ ഈ ഡിസീസ്, നമ്മുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ, നമ്മുടെ ഹെൽത്തിനെ ഒത്തിരി അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് മൂന്ന്. അപ്പൊ ഇതിന് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതില് മോഡിഫയബിൾ. അപ്പൊ ഈ മോഡിഫയബിൾ നോൺ മോഡിഫയബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ചേർന്നിട്ട് അത് ഇന്റർമീഡിയറ്റ് റിസ്ക് ഫാക്ടേഴ്സ് തരുന്നു. അതായത് ഇത് ഹൈപ്പർ ടെൻഷനിലേക്കോ, അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലോ, അല്ലെങ്കിൽ ഹൈപ്പർ ലിപ്പിഡെമിയ, ഓവർ വെയിറ്റ് ഓർ ഒബെസിറ്റി ഇതിന് കാരണമാകുന്നു. അപ്പം ഇതെല്ലാം ഇപ്പൊ ഈ നമ്മൾ ഈ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് സെക്കൻഡ് വൺ, ഈ ഇന്റർമീഡിയറ്റിന് കാരണമാണ്. പക്ഷെ ഈ ഇന്റർമീഡിയറ്റ് ഫാക്ടേഴ്സ് കൂടുതൽ കാലം പെർസിസ്റ്റ് ചെയ്യുമ്പോൾ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്കം എന്താണ്? നമ്മുടെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ അത് കാണുന്നു. കാർഡിയോ വാസ്കുലർ ഡിസീസ് ആവാം, സെറിബ്രോ വാസ്കുലർ ഡിസീസ് ആവാം, അതായത് ഹാർട്ട് ഡിസീസസോ സ്ട്രോക്കോ വരാം, ഡയബറ്റീസ്, ക്യാൻസർ, ആസ്മ പോലുള്ള ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, റെസ്പിറേറ്ററി പ്രശ്നങ്ങൾ വരാം, ടൂത്ത് ഡീക്കെ അല്ലെങ്കിൽ ക്യാവിറ്റി, ഗം ഡിസീസസ്, ഇങ്ങനെ പലതുമായിട്ട് നമുക്ക് വരാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ റിസ്ക് ഫാക്ടേഴ്സിനെ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കാനായിട്ടാണ് നോക്കുന്നത്. ഈ നോൺ മോഡിഫയബിള് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ റിസ്ക് ഫാക്ടേഴ്സിന്റെ ടൈപ്പ് മനസ്സിലാക്കുക, അതിൽ ഏതൊക്കെയാ വരുന്നതെന്നും മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. നോൺ മോഡിഫയബിൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റാത്ത ഫാക്ടറാണ് നോൺ മോഡിഫയബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നതെന്ന് പറയുന്നത് ഏജ് ആണ്. ഏജ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, വിത്ത് ഇൻക്രീസിങ് ഏജ് അവർ ബോഡി അണ്ടർഗോസ് ചേഞ്ചസ്. നമുക്കറിയാം നമ്മൾ വളരുന്നതനുസരിച്ച്, നമ്മുടെ ഏജ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ഒത്തിരി മാറ്റങ്ങൾ വരും. ആസ് വി ഗ്രോ ഓൾഡർ ദർ ഈസ് എൻ ഇൻക്രീസ് ഇൻ ദ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ഹൈപ്പർ ടെൻഷൻ, ഹൈ BP, ഹൈ ബ്ലഡ് ഷുഗർ ലെവൽ, ഹൈ ലെവൽ ഓഫ് ബോഡി ആൻഡ് ബ്ലഡ് ഫാറ്റ്. അപ്പൊ നമ്മുടെ ഏജ് കൂടുന്നതനുസരിച്ച്, നല്ല പ്രായം വരുന്നതനുസരിച്ച് നമുക്ക് BP കൂടാം, അല്ലെങ്കിൽ ബ്ലഡിലെ ഷുഗർ ലെവൽ കൂടാം, ഫാറ്റ് ലെവൽസ് കൂടാം, അങ്ങനെ പലതും നമുക്ക് എന്ത് ചെയ്യാം, വേരി ചെയ്യാം. നമ്മുടെ ബോഡിയിലുള്ള പല ഇതും ഫാക്ടേഴ്സും ചേഞ്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മുടെ ഏജിനൊത്ത് മാറുന്നതാണ്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദീസ് കണ്ടീഷൻസ് ക്യാൻ ലീഡ് ടു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ലൈക്ക് ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽ ഡിസീസ്, ഡയബറ്റീസ്, ക്യാൻസർ, റെസ്പിറേറ്ററി പ്രോബ്ലം. അപ്പം കുറെ കാലം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഈ BP, ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഈ ഫാറ്റ് ലെവൽസ് ഒക്കെ ഇങ്ങനെ കൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് ചെറിയ വേരിയേഷൻ ഉള്ളപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ അത് ഹൈ ലെവലിലോട്ട് പോകാൻ പാടില്ല എന്നുള്ളത്. ഏജിനൊത്ത് മാറ്റം വരാം, പക്ഷെ അത് പെട്ടെന്നൊരു ദിവസമല്ല വരുന്നത്, പയ്യെ ഗ്രാജുവലി അത് സംഭവിക്കും. അപ്പൊ അത് മനസ്സിലാക്കി ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റും. ബട്ട് സ്റ്റിൽ ഏജിനൊത്തൊരു മാറ്റം വരുന്നത് നമുക്ക് ഒരിക്കലും തടയാനായിട്ട് പറ്റത്തില്ല. പിന്നെയുള്ളത് സെക്സ് ആണ്, നമ്മുടെ ജെൻഡർ. അതായത് സ്ത്രീകളായാലും പുരുഷനായാലും നമുക്ക് അങ്ങനെ നമ്മൾ പറഞ്ഞു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അങ്ങനെ ജെൻഡർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇൻകം ഗ്രൂപ്പ് വെച്ചിട്ടോ അങ്ങനെയൊന്നും നമുക്ക് വരുന്ന ഡിസീസ് അല്ല. അവർ രണ്ടുപേർക്കും റിസ്ക് ഉണ്ട്. സ്ത്രീകളായാലും പുരുഷനായാലും നമുക്ക് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് രണ്ടുപേർക്കും ഒരുപോലെയാണ്. ഒരുപോലെയല്ല, രണ്ടുപേർക്കും ഉണ്ട്. പക്ഷെ മെൻ ആണ്, ആണുങ്ങൾക്കാണ്, പുരുഷന്മാർക്കാണ് കൂടുതലായിട്ടും ഈ ഒരു റിസ്ക് നിൽക്കുന്നത്. മെൻ ആർ അറ്റ് ഹയർ റിസ്ക് ആണ്. ഹൗവർ ഇപ്പോഴത്തെ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് നമുക്കിപ്പോ അറിയാം, ലൈഫ് സ്റ്റൈലിൽ കുറെ മാറ്റങ്ങൾ വന്നപ്പോൾ സ്ത്രീകളുടെ ലൈഫ് സ്റ്റൈലും പുരുഷന്മാരുടെ ലൈഫ് സ്റ്റൈലും കുറെയൊക്കെ സിമിലർ ആയിക്കൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മെന്നിന് ഫേസ് ചെയ്യുന്ന ആ ഒരു റിസ്ക്, ആ പെർസെന്റേജിലേക്ക് സ്ത്രീകളുടെ റിസ്ക്കും ഇൻക്രീസ് ചെയ്ത് വരുന്നത് കാണപ്പെടുന്നുണ്ട്. അതും ഒരു സ്റ്റഡി റിസൾട്ട് ആണ്. സോ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ മെന്നും വിമനും ഏകദേശം ഒരു ഓൾമോസ്റ്റ് ഒരേ റിസ്കിൽ തന്നെയാണ്. കാരണം നമ്മുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ ഓൾമോസ്റ്റ് സെയിം ആയി കഴിഞ്ഞു. നമുക്കിപ്പം ഒരു ആൽക്കഹോൾ കൺസംഷൻ ആയാലും സ്മോക്കിംഗ് ഒക്കെ ആയാലും സ്ത്രീകളും പുരുഷന്മാരും പലപ്പോഴും ഒരുപോലെ ചെയ്യുന്ന ഒരു കാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പം.
പിന്നെ അത് കൂടാഞ്ഞിട്ട് ഇവിടെ ഇപ്പം ജെൻഡർ വെച്ചിട്ട് എന്ത് മാറ്റം വരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ സ്ത്രീകളിൽ അറിയാം, മെനോപോസ് വന്ന സ്ത്രീകൾക്ക് പലപ്പോഴും ഹാർട്ട് അറ്റാക്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ് കമ്പയർ ചെയ്യുമ്പോൾ പ്രീ മെനോപോസിൽ. അതായത് പീരീഡ്സ് സ്റ്റിൽ ഗോയിങ്, മെൻസ്ട്രൽ സൈക്കിളിൽ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെക്കാളും മെൻസ്ട്രൽ സൈക്കിൾ നിന്നിട്ടുള്ള, അതായത് മെനോപോസ് സംഭവിച്ച സ്ത്രീകൾക്ക് ഹാർട്ട് റിലേറ്റഡ് ഡിസീസസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സം റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ഡെവലപ്പിംഗ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് സച്ച് as ഹൈ ബ്ലഡ് പ്രഷർ ഓർ ഹൈ ബ്ലഡ് ഗ്ലൂക്കോസ് ക്യാൻ അഫക്ട് വിമൻ ഈവൻ ഡ്യൂറിംഗ് പ്രഗ്നൻസി. ചിലപ്പോൾ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളിലും ഇങ്ങനത്തെ ഈ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലും ബിപിയും ഒക്കെ കൂടി വരാൻ ചാൻസ് ഉണ്ട്, പ്രഗ്നൻസി കാരണം വരാനും ചാൻസ് ഉണ്ട്. പക്ഷെ അത് പിന്നീട് പേഴ്സിസ്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അതൊരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയിട്ട് മാറാനും ചാൻസ് ഉണ്ട്. സോ അതൊരിക്കലും പുരുഷന്മാരിൽ വരില്ല, അത് സ്ത്രീകളിൽ കാണുള്ളൂ. സോ അങ്ങനെയും ചില വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ ജെൻഡർ ബേസ് ചെയ്ത് നമുക്ക് എന്ത് വരാം, നമുക്ക് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വരാതിരിക്കാം. പിന്നെയുള്ളത് ഫാമിലി ഹിസ്റ്ററി. ഫാമിലി ഹിസ്റ്ററിയിൽ പറഞ്ഞാൽ ഇഫ് എ പേഴ്സൺ ഹാസ് എ ഫാമിലി ഹിസ്റ്ററി ഓഫ് NCDs, if a close family member, parent, sibling also have the disease, she or he has a high chance of getting the disease. നമുക്കറിയാം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതൊക്കെ ഡയബറ്റീസിനെ കുറിച്ചാണെങ്കിൽ കോമൺ ആയിട്ട് കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ജനറേഷൻസിലോട്ടും അത് പാസ് ഓൺ ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉള്ളതായിട്ട്. അപ്പൊ ഫാമിലി ഹിസ്റ്ററിയിൽ അങ്ങനെ ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് നിന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്കും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ എന്നാലും നമുക്കത് ഒരു പരിധി വരെ നമ്മുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് അതിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈഡ് തന്നെയാണ്. അപ്പോഴും നമുക്ക് ജനറ്റിക്കലി കിട്ടുമെങ്കിലും നമ്മൾ എങ്ങനെ അതിനെ റെസ്പോണ്ട് ചെയ്യാൻ റെഡിയാണെന്നുള്ളതാണ് അതിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞത്. കാരണം അത് പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല, നമുക്കത് ഉണ്ടെന്നറിയാമെങ്കിൽ നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തി നമുക്കത് കുറെയൊക്കെ മാറ്റാൻ പറ്റുന്നതാണ്. സോ ഇതാണ് നമ്മുടെ നോൺ മോഡിഫൈബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ്. അപ്പൊ നമുക്ക് നമ്മുടെ ഏജും ജെൻഡറും ഫാമിലി ഹിസ്റ്ററിയും ഒക്കെ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡിഫയബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ഇപ്പൊ മോഡിഫയബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടേതായ നമുക്കൊരു എന്താ പറയാ, നമുക്ക് അതിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നമുക്ക് അതിലൊരു ചേഞ്ച് വരുത്താൻ പറ്റും, നമുക്ക് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതിൽ ഒരു അവസരം നമുക്കുണ്ട്, നമുക്ക് ചേഞ്ച് ചെയ്യാം എന്നുള്ളത്. അങ്ങനത്തെ ഫാക്ടേഴ്സ് ആണ് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്. അതെന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ ഡയറ്റ്, നമ്മുടെ എക്സർസൈസ്, നമ്മൾ കൺസ്യൂം ചെയ്യുന്ന എന്തെങ്കിലും നാർക്കോട്ടിക്സ്, ഡ്രഗ്സ്, അങ്ങനത്തെ എന്തെങ്കിലും യൂസേജ് ഉണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ കയ്യിൽ ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അങ്ങനെ നമുക്ക് ചേഞ്ചസ് വരുത്താം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ദാറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ എ സ്പെസിഫിക് ആക്ഷൻ. നമ്മുടെ ഒരു ആക്ഷൻ വെച്ചിട്ട് നമുക്ക് അതിൽ മാറ്റം വരുത്താൻ പറ്റുന്ന റിസ്ക് ഫാക്ടറാണ് മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ. ഇനി ഹാർംഫുൾ എഫക്ട് പലപ്പോഴും നമ്മുടെ ഈ NCDs പറഞ്ഞു, പലപ്പോഴും ഈ ലൈഫ് സ്റ്റൈലും പ്രശ്നങ്ങളും കാരണമാണ് നമുക്ക് ഇത് വരുന്നത്, ഈ ഡിസീസസ് വരുന്നത്. അപ്പൊ നമുക്ക് പലപ്പോഴും ഈ ചേഞ്ചസ് വരുത്തി ഈ ലൈഫ് സ്റ്റൈലിലും അതിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലും പല ചേഞ്ചസും വരുത്തി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മാറ്റാം. അപ്പോൾ ആ റിസ്ക് ഫാക്ടേഴ്സ് എന്താണെന്ന് വേഗം ഒന്നുകൂടെ പറയാം. അൺഹെൽത്തി ഡയറ്റ്, ഫിസിക്കൽ ഇനാക്ടിവിറ്റി, ടൊബാക്കോ യൂസ്, ഹാർംഫുൾ യൂസ് ഓഫ് ആൽക്കഹോൾ. ഇപ്പൊ ഇത് റെപ്പിറ്റേറ്റീവ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അധികം ഞാൻ പറയുന്നില്ല. പിന്നെ ഉള്ളത് പോപ്പുലേഷൻ ലെവൽ റിസ്ക് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ്. ഇപ്പൊ ഇത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. പോപ്പുലേഷൻ ലെവൽ റിസ്ക് ഫാക്ടേഴ്സ് ഇതെന്ന് പറയുന്നത് ഒരു ലാർജ് പോപ്പുലേഷനെ നമുക്കിങ്ങനെ ഒറ്റ വീട്ടിൽ ഇപ്പൊ നമുക്ക് ആസ് എൻ ഇൻഡിവിജ്വൽ നോക്കിയാൽ നമുക്ക് ഇതൊക്കെ പറയാം, അൺഹെൽത്തി ഡയറ്റ് ആണ് അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഇങ്ങനെയാണ്. പക്ഷെ ഒരു പോപ്പുലേഷന്റെ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. നമുക്ക് പലപ്പോഴും ഇങ്ങനെ റിസ്ക് ഫാക്ടേഴ്സ് ഇന്നതൊക്കെയാണെന്നും പറയാൻ പറ്റും. പക്ഷെ ഇന്ന കാറ്റഗറി, ഈ പർട്ടിക്കുലർ കാറ്റഗറിക്ക് അകത്തുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ക്ലിയർ ആയിട്ട് പറയാൻ പറ്റിയെന്നുമില്ല. സോ ഇവിടെ ഒരു ടോപ്പിക്, ഒരു പോയിന്റ് നമ്മൾ പറയുന്നത് പോപ്പുലേഷൻ ലെവൽ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അതായത് ഒരു പോപ്പുലേഷൻ, ഒരു കമ്മ്യൂണിറ്റി ലെവലിൽ നോക്കുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് എന്നാണ് ഇവിടെ പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്യുക. പോവർട്ടി, പുവർ ലിവിംഗ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ലൈക്ക് പൊല്യൂഷൻ ഫ്രം ഫാക്ടറി, സ്മോക്ക്, കാർസ് ആൻഡ് ഈവൻ കുക്കിംഗ് സ്റ്റോവ്, ചൂല ഇൻ ഹോം ക്യാൻ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് മെനി NCDs. അപ്പം പോവർട്ടി ഒരു റീസൺ ആണ്. പുവർ ലിവിംഗ്, ലൈഫ് സ്റ്റൈലില് ഭയങ്കര പോവർട്ടി കാരണം അവർക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ നയിക്കാൻ പറ്റാത്ത ആൾക്കാരാവാം. അത് വർക്ക് ചെയ്യുന്ന കണ്ടീഷൻസ്, അവരുടെ എൻവയോൺമെന്റ്. പലപ്പോഴും നമുക്കറിയാം പാവപ്പെട്ടവര് അല്ലെങ്കിൽ പോവർട്ടി അനുഭവിക്കുന്ന ആൾക്കാർ സ്ലം ഏരിയാസിലൊക്കെ ആയിരിക്കും താമസിക്കുന്നത്, അല്ലെങ്കിൽ അത്ര വൃത്തിയുള്ള സ്ഥലങ്ങളിലൊന്നും ആയിരിക്കില്ല അവർ ജീവിക്കുന്നത്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുന്നു, അവരെ ഒത്തിരി ബാധിക്കുന്നു. അതുപോലെ തന്നെ ഒത്തിരി ഫെസിലിറ്റീസ് ഒന്നും അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും അവര് വീട്ടില് സാധാ നമ്മുടെ അടുപ്പൊക്കെ ആയിരിക്കും കത്തിക്കുന്നത്. അപ്പൊ ഒത്തിരി സ്മോക്ക് ഒക്കെ അവര്
എക്സ്പോസ്ഡ് ആണ് അവര്. അപ്പൊ അത് പലപ്പോഴും റെസ്പിറേറ്ററി ഡിസീസസോ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ടൊക്കെ വരാനും ചാൻസ് ഉണ്ട്. സോ ഇങ്ങനത്തെ എന്ന് പറയുന്ന ഒരു പോപ്പുലേഷന്റെ ഒരു സിനാരിയോയിൽ നമുക്ക് നോക്കിയാൽ പറയാൻ പറ്റുന്നതാണ്. ഇനി അതേസമയം ഇൻഡിവിജ്വൽ ലെവലിൽ ഒരു ആളെ എടുത്തിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം, ചില മോഡിഫൈബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സിന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ക്യാൻ ബി ചേഞ്ച്ഡ് ഫ്രം ഇഫ് ദ പേഴ്സൺ ചേഞ്ചസ് ഹിസ് ഓർ ഹർ ഇൻഡിവിജ്വൽ ബിഹേവിയേഴ്സ്. ഈ ബിഹേവിയർ കണ്ടോ, ഇപ്പൊ റിസ്ക് ഫാക്ടർ ഇൻഡിവിജ്വൽ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആ ഒരാൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു. ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ അസുഖം ഉണ്ടെങ്കിൽ അതേ അസുഖം വേറൊരാൾക്ക് ഉണ്ടെന്ന് വെച്ചു, അപ്പൊ രണ്ടുപേരും അതിനെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ള പോലെ ഇരിക്കും. ഇപ്പൊ ഞാനിപ്പം ഒട്ടും ആക്റ്റീവ് അല്ല, എനിക്ക് അതിന് ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല, ഡയറ്റ് ഒന്നും നോക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ എനിക്കത് ഒത്തിരി ബാധിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതേസമയം മറ്റേ ആള് ഹെൽത്ത് ഒക്കെ നോക്കുന്നുണ്ട്, ഡയറ്റ് നോക്കുന്നുണ്ട്, സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ട്, നല്ല ഫിസിക്കലി എക്സർസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ആൾക്ക് എന്താണ് ആ ഒരു അസുഖം വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് അഫക്ട് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അത് പെട്ടെന്ന് ക്യൂർ ആവാനും ചാൻസ് ഉണ്ട്. സോ എപ്പോഴും നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും നമ്മുടെ കയ്യിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ ബിഹേവിയറിനെ ബേസ് ചെയ്തിരിക്കും. അപ്പൊ നിങ്ങൾ ഇപ്പൊ എക്സാമിൽ ഈ ഡെഫിനിഷൻ തരുമ്പോൾ പലപ്പോഴും റിസ്ക് ഫാക്ടറിൽ ബിഹേവിയർ എന്നൊരു ടേം കാണാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കും റിസ്ക് ഫാക്ടറും കോസും വെച്ചിട്ട് ഇങ്ങനെ ബിഹേവിയറിനെയൊക്കെ പറയാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ആ സെന്റൻസിലേക്ക് എടുത്ത് അത് ചിലപ്പോൾ റോങ് ഓപ്ഷൻ ആണെന്ന് പറയാം. പക്ഷേ ഈ ബിഹേവിയർ എന്നിട്ടും റിസ്ക് ഫാക്ടറായിട്ട് അസോസിയേറ്റഡ് ആണ്. സോ അത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ചിലപ്പോൾ ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് പറയേണ്ടി വരും. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇൻഡിവിജ്വൽ ബിഹേവിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ മോഡിഫൈബിൾ നമുക്ക് മാറ്റാൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സിൽ വരുന്നതാണ്. However, some factors also require changes at the level of laws and government action. ഇപ്പൊ നമ്മൾ പോപ്പുലേഷൻ ലെവലിൽ റിസ്ക് ഫാക്ടർ പറഞ്ഞു, ഇൻഡിവിജ്വൽ ലെവലിൽ പറഞ്ഞു, അതുപോലെ തന്നെ ഒരു ഗവൺമെന്റ് ലെവലിലും നമുക്ക് ഈ റിസ്ക് ഫാക്ടേഴ്സിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ, ഇതിനെ കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് പല നിയമങ്ങളൊക്കെ കൊണ്ടുവന്നില്ല, നമുക്കറിയാം ഇപ്പം ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിനൊക്കെ എതിരായിട്ടുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, നമ്മൾ പോസിറ്റീവായിട്ട് കമ്മ്യൂണിറ്റി എന്നൊരു രീതിക്ക് നോക്കുമ്പോൾ അത് നമുക്ക് പോസിറ്റീവായിട്ടൊരു ഇമ്പാക്ട് ആയിരിക്കും തരുന്നത്. ഇവിടെ താഴെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റ് ഷുഡ് പ്രൊവൈഡ് സ്മോക്ക്ലെസ് ചൂലാസ് to reduce indoor pollutions or reduce air pollution by imposing fine on industry set up in residential areas. അപ്പോൾ റെസിഡൻഷ്യൽ ഏരിയസിന്റെ അടുത്തൊക്കെ ഇൻഡസ്ട്രീസ് ഉണ്ടെങ്കിൽ അവര് ഇത്ര പൊല്യൂഷൻ ലെവലിന് മേളിൽ ആണ് എയർ എക്സോസ്റ്റ് വഴി പുറത്തു പോകുന്നതെങ്കിൽ ഫൈൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ വീടുകളിലും എസ്പെഷ്യലി അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരിലേക്ക് സാധാരണ നമ്മുടെ സ്റ്റവ്, ഗ്യാസ്, LPG വഴിയുള്ള കുക്കിംഗ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ സ്റ്റവ്സ് കൊടുക്കുക ഫ്രീ ആയിട്ട്. അങ്ങനത്തെ പലതും ചെയ്യാം. പലയിടത്തും ചെറിയ ലെവൽസിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും ഇത് എത്താത്ത സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകാം. Also, there is a law against the selling of tobacco products near schools and colleges so that children do not start smoking early. അതുപോലെ തന്നെ സ്കൂൾ പരിസരങ്ങളിലായിട്ട് ടൊബാക്കോ പ്രോഡക്റ്റുകളൊന്നും വിൽക്കരുതെന്ന നിയമവും ഓൾറെഡി ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും എന്ത് ചെയ്യുന്നു, കുട്ടികൾ ഈ ഒരു ഏർലി സ്റ്റേജിൽ സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യാനാണ് അങ്ങനെ ഒരു ലോ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ അങ്ങനെ ഒരു ലോ ഉണ്ട്. അപ്പം ഒരു പരിധി വരെ നമുക്ക് ഇങ്ങനത്തെ ഡിസീസസിനെ അവോയ്ഡ് ചെയ്യാൻ നമ്മുടെ ഗവൺമെന്റ് വിചാരിച്ചാലും പറ്റും. പല ലെവൽസിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡിസീസിനെ നമ്മൾ ടാക്കിൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി നോൺ മോഡിഫൈബിളും പറഞ്ഞു, മോഡിഫൈബിളും പറഞ്ഞു. ഇനിയാണ് ഇതിന്റെ ഇടയിലുള്ള ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ്. ഇന്റർമീഡിയറ്റ് റിസ്ക് ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ദ നോൺ മോഡിഫൈബിൾ ആൻഡ് മോഡിഫൈബിൾ റിസ്ക് ഫാക്ടേഴ്സ്. അതായത് ഈ മോഡിഫൈബിൾ റിസ്ക് ഫാക്ടർ നമ്മുടെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ട് റിസൾട്ട് ഇൻ ഇന്റർമീഡിയറ്റ് റിസ്ക് ഫാക്ടേഴ്സ്. നിങ്ങൾക്ക് ഡയഗ്രാം ഓർമ്മ ഉണ്ടെങ്കിൽ മനസ്സിലാവും. കണ്ടോ, റിസ്ക് ഫാക്ടർ മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പാണ്, നോൺ മോഡിഫൈബിളും മോഡിഫൈബിളും. ഇത് രണ്ടും കൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അൾട്ടിമേറ്റ്ലി ഇന്റർമീഡിയറ്റ് റിസ്ക് ഫാക്ടർ ആയിട്ട് മാറുന്നത്. അതാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഡിസീസിലേക്ക് നയിക്കുന്നത് അല്ലെ. അപ്പൊ ഇന്റർമീഡിയറ്റ് റിസ്ക് ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, നോൺ മോഡിഫൈബിളും മോഡിഫൈബിൾ റിസ്ക് ഫാക്ടറും കാരണം നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫാക്ടറാണ് ഇന്റർമീഡിയറ്റ് റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. ഈ ഇന്റർമീഡിയറ്റ് റിസ്ക് ഫാക്ടറിന് വേറെയും രണ്ട് പേരുണ്ട്, ബയോളജിക്കൽ റിസ്ക് ഫാക്ടർ എന്നും മെറ്റബോളിക് റിസ്ക് ഫാക്ടർ എന്നും പറയാറുണ്ട്. സോ ഈ പേരുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിരിക്കും, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെറ്റബോളിക് റിസ്ക് ഫാക്ടർ, ബയോളജിക് റിസ്ക് ഫാക്ടർ. അപ്പൊ നിങ്ങൾക്ക് റിസ്ക് ഫാക്ടേഴ്സിന്റെ എക്സാമ്പിൾ ഓർത്ത് വെച്ചാലും മതി. ഈ ഹൈപ്പർ ടെൻഷൻ, ഇംപയർഡ് ഗ്ലൂക്കോസ് ലെവൽ, ഹൈ ലെവൽ ഓഫ് ബ്ലഡ് ഫാറ്റ്. നമ്മൾ നേരത്തെ ഈ ഒരു ടേം ഇവിടെ പറഞ്ഞ ഹൈപ്പർ ലിപ്പിഡീമിയ. ഈ ലിപ്പിഡ് എന്ന് കേൾക്കുമ്പോഴെപ്പോഴും നിങ്ങൾ ഓർക്കുക ഫാറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹൈപ്പർ ലിപ്പിഡീമിയ, ഹൈപ്പർ എന്ന് പറയുമ്പോഴത്തേക്കും ഹൈ ലെവൽ അല്ലെ, ഹൈ ലെവലാണ്. അപ്പം ഹൈ ലെവൽസ് ഓഫ് ഫാറ്റ് ആണ്. ഇവിടെ ഹാർംഫുൾ ബ്ലഡ് ഫാറ്റിന്റെ ഹൈ ലെവൽസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഹൈപ്പർ ലിപ്പിഡീമിയ എന്ന് പറയും. അതുപോലെ തന്നെ ഇംപയർഡ് ഗ്ലൂക്കോസ് ലെവൽ, ഓവർ വെയിറ്റ്, ഒബിസിറ്റി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തില്
വരുന്ന കുറച്ച് മാറ്റങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. മെറ്റബോളിക് റിസ്ക് ഫാക്ടർ എന്ന പേര് ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ ബയോളജിക്കൽ റിസ്ക് ഫാക്ടർ എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളാണ്. അതൊക്കെയാണ് ഇന്റർമീഡിയറ്റ് റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. സോ ഇതിന്റെ 3 പേര് ഓർക്കുക: ഇന്റർമീഡിയറ്റ്, അല്ലെങ്കിൽ ബയോളജിക്കൽ, അല്ലെങ്കിൽ മെറ്റബോളിക് റിസ്ക് ഫാക്ടേഴ്സ്. ഓക്കെ, സോ ഇത്രയായിരുന്നു നമുക്ക് റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ച് നോക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് റിസ്ക് ഫാക്ടർ മോഡിഫിക്കേഷൻ. ആക്ച്വലി ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു ടോപ്പിക് നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. റിസ്ക് ഫാക്ടർ മോഡിഫിക്കേഷനിൽ കുറച്ച് കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പറയേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. റിസ്ക് ഫാക്ടർ മോഡിഫിക്കേഷനും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.